അപ്പോൾ as we discussed IAS 17 ആൻഡ് IFRS 16. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലീസിൻ്റെ സ്റ്റാൻഡേർഡ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് ഗോൺ ത്രൂ ദ റെക്കോർഡിങ്സ്. അപ്പോൾ നമുക്ക് എന്നാലും ഒന്ന് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് റിവേഴ്സ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് ഞാൻ പറഞ്ഞത് എന്താണ്, ഏർലിയർ ലീസ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ചെയ്തിരുന്ന ഏത് സ്റ്റാൻഡേർഡിലാണ് മക്കളെ? IAS 17 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിലായിരുന്നു. അതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്തിലോട്ട് വന്നത്? IFRS 16 വന്നത്. സോ as we have discussed in the recordings, it's really important to understand the change. കാരണം ആ ചേഞ്ച് വരുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൽ വരുന്ന ഡിഫറൻസ് എന്തിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യും? നിങ്ങളുടെ P&L ഇമ്പാക്റ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ അതൊരു ക്വസ്റ്റ്യനബിൾ ഏരിയ ആണ്. ഇറ്റ് വിൽ ബി ക്വസ്റ്റ്യനബിൾ ഇൻ SBR. ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് പോലെ നമുക്ക് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി ഒരു വീഡിയോ പോലെ ചെയ്തേക്കുന്നത്. സോ അതൊന്ന് റിവേഴ്സ് ചെയ്തേ. ഓൾ ഓഫ് യു ഗോൺ ത്രൂ ദ റെക്കോർഡിങ്സ്. എല്ലാം റെക്കോർഡിങ്സ് കണ്ടായിരുന്നോ? ലൈവ് ഉള്ളവരെല്ലാം റെക്കോർഡിങ്സ് കണ്ടായിരുന്നോടാ? യെസ്. അപ്പോൾ പറഞ്ഞേ, IAS 17 വഴിയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ലീസിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആർക്ക്? വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ ലെസിക്ക് 2 ഓപ്ഷൻ ആയിരുന്നു IAS 17 കൊടുത്തിരുന്നത്. എന്തൊക്കെയാണ് 2 ഓപ്ഷൻ? ഒന്നെങ്കിൽ ആ ഒരു ലീസിനെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം, ആ ലീസിന് എടുക്കുന്ന അസറ്റിനെ ഓപ്പറേറ്റിംഗ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം. അല്ലെങ്കിലോ വി ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫിനാൻസ് ലീസ്. യെസ്, വെരി ഗുഡ്. ഫൈനാൻസ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം. സോ എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്? ആ അണ്ടർലൈയിങ് അസറ്റിനെ ലെസർ, ദാറ്റ് ഈസ് ദ ഓണർ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആറിലായിരിക്കും. റിസ്ക് ആൻഡ് റിവാർഡ്സ് ആറായി തന്നെ ഇരിക്കും, ലെസറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലീസ് ആകുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? യെസ്, അതിനെ നമ്മൾ നോർമൽ ലീസിൻ്റെ ആ എക്സ്പെൻസ്, റെൻ്റൽ എക്സ്പെൻസ് നമ്മൾ എങ്ങോട്ട് പോവും? P&L പോവും. ബട്ട് അവിടെ നമുക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരുന്നില്ല മക്കളെ? ദെർ ഇസ് നോ ലയബിലിറ്റി. അപ്പോൾ അസറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം, പക്ഷേ അസറ്റിൻ്റെ ഒരു എന്ത് വരുന്നില്ല, അവർക്ക് ഒരു ലയബിലിറ്റി വരുന്നുമില്ല. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കണ്ടത്, ഓപ്പറേറ്റിംഗ് ലീസിൽ കണ്ടത്. അതേസമയം ഫൈനാൻസ് ലീസ് ആണെങ്കിൽ നമുക്കറിയാം റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇവിടെ ആർക്കായിരിക്കും? അസറ്റിൻ്റെ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി വിത്ത് ലെസി അല്ലേ? റിസ്ക് ആൻഡ് റിവാർഡ്സ് ആറിലാണ്? ലെസിയാണ്. അപ്പോൾ ലെസിക്ക് ബുക്സിൽ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? കൺട്രോൾ അവരുടെ കയ്യിലോട്ട് വന്നുകൊണ്ട് ആസ് പെർ ദ ഡെഫിനിഷൻ വി നോ ദാറ്റ് നമുക്കൊരു അസറ്റിൻ്റെ കൺട്രോൾ ഗെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ അസറ്റ് എന്ന് തന്നെ പറഞ്ഞ് നമ്മുടെ ബുക്സിൽ കാണിക്കണം. സോ ലെസി ഹാവ് ടു ഷോ ദിസ് അസറ്റ് ഇൻ ദെയർ ബുക്സ്. ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ലീസ് ലയബിലിറ്റി ആയിട്ട് പോകും. അപ്പോൾ കൂടുതലും ആൾക്കാർ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്തു? ദേ ഹാവ് ഇൻറ്റൻഷലി ഷോൺ എവറിത്തിങ് അണ്ടർ ഓപ്പറേറ്റിംഗ് ലീസ്. അതിൻ്റെ റീസൺ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഹൈഡ് ദിസ് ലയബിലിറ്റി. ആ ലയബിലിറ്റിയുടെ പോർഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഓപ്പറേറ്റിംഗ് ലൂസ് ചൂസ് ചെയ്യുന്ന വഴി നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് ഒക്കെ എന്ത് ചെയ്യും? കുറയും. പിന്നെ വേറെ എന്താ അഡ്വാൻറ്റേജ്? ലയബിലിറ്റീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ ഇതാണ് മെയിൻലി അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. സോ ദെയർ ബൈ ഒരു ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ദേ കൻ ഈസിലി അണ്ടർസ്റ്റേറ്റ് ലയബിലിറ്റി. സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഈ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഓഫ് ബാലൻസ് ഷീറ്റ്. എന്താ? ബാലൻസ് ഷീറ്റിൽ നമ്മൾ കള്ളത്തരം കാണിക്കുന്നു, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒരു മാനിപ്പുലേഷൻ കാണിക്കുന്നു ടു അണ്ടർസ്റ്റേറ്റ് ലയബിലിറ്റി. ഓക്കെ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ കളയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്തൊരു ചേഞ്ച് വന്നത് നമ്മൾ പറഞ്ഞേ? IAS 17 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡിലേക്ക് വന്നത്. ഏതായിരുന്നു? IFRS 16. ഓക്കെ ആണോ? ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. സോ ആസ് പെർ IFRS 16 എന്താണ് ലീസ്? ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ് മീൻസ് എപ്പോഴും അവിടെ 2 പാർട്ടീസ് കാണും അല്ലേ? ദറ്റ് ഈസ് ലെസർ ആൻഡ് ലെസി.
ലെസർ എന്ന് പറയുന്ന ആരാണ്? ആ ടേംസ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ലെസർ ഈസ് ദ ഓണർ ഓഫ് ദ അസെറ്റ് ആൻഡ് ലെസ്സി ഈസ് ദ വൺ ഹു ടേക്സ് ഇറ്റ് ഫോർ ലീസ്, ദറ്റ് ഈസ് എ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവിടെ എന്ത് കാണും? ഒരു അണ്ടർലൈയിങ് അസറ്റ് കാണും. സോ അസറ്റ് വിച്ച് കംസ് ആസ് പാർട്ട് ഓഫ് ദ ലീസ്, അതിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ ലെസർ വിൽ ട്രാൻസ്ഫർ, എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? റൈറ്റ്സ്. ദ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് ആണ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലെസർ ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എ കോൺട്രാക്ട് ഇൻ വിച്ച് എ ലെസർ വിൽ ട്രാൻസ്ഫർ ദ റൈറ്റ് ഓഫ് യൂസ് ഓഫ് എൻ അസറ്റ് ടു ലെസ്സി ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ചുമ്മാതാണോ കൊടുക്കുന്നത്? ചുമ്മാതെ കൊടുക്കുവാണോ? അല്ല. ഇൻ എക്സ്ചേഞ്ച് ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ലീസ് എന്ന് പറയുന്നത് രണ്ട് പേരും കൂടെ വരുന്നൊരു കോൺട്രാക്റ്റ് ആണ്. സോ ഇൻ ദാറ്റ് കോൺട്രാക്ട് ലെസർ വിൽ ട്രാൻസ്ഫർ ദ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് ടു ലെസ്സി ഇൻ റിട്ടേൺ ഫോർ എ സർട്ടൺ കൺസിഡറേഷൻ ആൻഡ് മോസ്റ്റ് പ്രോബ്ലി കൺസിഡറേഷൻ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അപ്പോൾ ഈ ഡെഫിനിഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ IFRS 16 ആ കോൺട്രാക്റ്റിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ കോൺട്രാക്ട് കണ്ടെയ്ൻസ് എ ലീസ് എന്ന് നമുക്ക് പറയാം. ദ കോൺട്രാക്ട് കണ്ടെയ്ൻസ് എ ലീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഞാൻ റെക്കോർഡിങ്സിലും പറഞ്ഞു, ഈവൻ ദിസ് ഡെഫിനിഷൻ ക്യാൻ ബി ടെസ്റ്റഡ് ഫോർ യു എക്സാം. ദറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തരും, ആ കോൺട്രാക്റ്റ് വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ കോൺട്രാക്റ്റ് വെറും ഒരു സർവീസ് കോൺട്രാക്റ്റ് ആണോ അല്ലെങ്കിൽ ലീസ് കോൺട്രാക്റ്റ് ആണോ എന്നുള്ളത്. സോ ഇതാണ് മെയിൻ ഡെഫിനിഷൻ. പക്ഷേ ഡെഫിനിഷൻ മാത്രം പോരാ, കുറച്ച് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയുടെ മീറ്റ് ചെയ്യണം. എന്തൊക്കെയായിരുന്നു റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ? ഒരു ഐഡൻറ്റിഫയബിൾ ആയിട്ട് ഒരു അസറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റണം. നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു അസറ്റിനെ അവർ തരണം. പിന്നെ ആ അസറ്റിൻ്റെ എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സും ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. whether the lessor is transferring the right of use of asset എന്താ by transferring all benefits, ആ അണ്ടർലൈങ് അസറ്റ്സിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ നോക്കാം? ആ അസറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കസ്റ്റമർ ക്യാൻ ഓപ്പറേറ്റ് ദ അസറ്റ് വിത്തൗട്ട് സപ്ലൈസ് ഇൻ്റർവെൻഷൻ. ഇതൊക്കെയാണ് നമുക്ക് തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ടു കൺഫേം ദാറ്റ് കോൺട്രാക്ട് കണ്ടെയ്ൻസ് എ ലീസ്. അല്ലെങ്കിൽ ആ കോൺട്രാക്ട് എന്ത് കോൺട്രാക്ട് മാത്രമായിരിക്കും മക്കളെ? അത് ജസ്റ്റ് ഒരു സർവീസ് കോൺട്രാക്ട് പ്രകാരമാണ്. അത് ഏത് പ്രകാരം അക്കൗണ്ട് ചെയ്യണമെന്നാണ് പഠിച്ചേ? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ IFRS 15 പ്രകാരമായിരിക്കും അതിനെ അക്കൗണ്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ക്ലിയർ? അവിടെ നമ്മൾ മെയിൻലി പിന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ്, ലെസ്സി ഡസ് നോട്ട് കൺട്രോൾ ദ അസറ്റ് ഇഫ് ലെസർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഐഡൻറ്റിഫയബിൾ അസറ്റ് ഡ്യൂറിങ് ദ ലീസ് ടേം എന്നുള്ളത്. സോ ഇതൊക്കെ വീണ്ടും എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ ആദ്യം പറയുന്നു, ഇഫ് ഈവൻ ദോ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുവാണ് സപ്ലയറിന് ഏത് സമയം വേണമെങ്കിലും ആ അസറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അഗെയിൻ ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി ഡോണ്ട് ഹാവ് ദ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ അസറ്റ് എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പക്ഷേ അവിടെയും ഒരു അഗെയിൻ ആ സബ്സ്റ്റിറ്റ്യൂഷന് എപ്പോഴും ഒരു കോസ്റ്റ് ഉണ്ടാവും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്ത് വരും? ഒരു കോസ്റ്റ് വരുന്നുണ്ടാവും. ആ കോസ്റ്റ് ഒരു ഹയർ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണോ കുറവാണോ? വാട്ട് വിൽ ബി ദ ചാൻസസ്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കോസ്റ്റ് ഹൈ ആണെങ്കിൽ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കോസ്റ്റ് ഹൈ ആണെങ്കിൽ യെസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആണെങ്കിൽ ലെസർ അവിടെ എന്ന് വെച്ചാൽ ലെസറിന് ഈ ഒരു അസറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരു അസറ്റ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. സോ ഇൻ ദാറ്റ് സെനറി വി അസ്യൂം ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ നോട്ട് ഹാപ്പൻ, ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള ചാൻസ് പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ് എങ്കിൽ അത് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാം. ആ ചാൻസ് അവിടെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മാത്രം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ വീണ്ടും നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ആഡ് ഓൺ പോയിന്റ് വരും. എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്
സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ആയില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ബട്ട് എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ്റ്റ് ആ ഒരു അസറ്റിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു അസറ്റ് നമുക്ക് തരണമെങ്കിൽ നമ്മുടെ ലെസ്സർ അല്ലെങ്കിൽ ഓണറിനാവുന്ന ആ കോസ്റ്റ് ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സെനാരിയോ വി ക്യാൻ അസ്യൂം ദാറ്റ് നമുക്ക് ചാൻസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഈസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അതെ. അപ്പോൾ നമുക്ക് തന്ന അസറ്റ് മാറ്റിയിട്ട്, ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു മെഷീനറിയാണ് തന്നത്, ആ മെഷീനറി മാറ്റിയിട്ട് വേറൊരു മെഷീനറി തരണ്ടേ? അപ്പോൾ അതിനൊരു കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ ആ വരുന്ന കോസ്റ്റ്, പുതിയ അസറ്റ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരാനാവുന്ന ആ കോസ്റ്റ് ഭയങ്കര ഹൈ ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ ചാൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ചെറുതായിരിക്കും. ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ചാൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ചെറുതായിരിക്കും. ഭയങ്കര ചെറുതാവെന്ന് പറഞ്ഞാൽ ചാൻസ് ലോ ആണ്. അപ്പോൾ ആ ചാൻസ് ലോ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ടു റെക്കഗ്നൈസ് ദാറ്റ് ദ കോൺട്രാക്ട് കണ്ടെയ്ൻസ് എ ലീസ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് നിൽക്കാം. നമ്മുടെ ഡിസിഷൻ അതിലേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആണോ? അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ലാസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു, ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ലിമിറ്റേഷൻസ്. അപ്പോൾ എന്താണെങ്കിലും ആര് കുറച്ച് ലിമിറ്റേഷൻസ് വെക്കും, ഈ പറയുന്ന ലെസ്സർ കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇൻ എ വേ ഒരു പ്രിക്വേഷണറി മെഷറാണ്. ഐ തിങ്ക് ഈവൻ റെക്കോർഡിങ്സിൽ ഞാൻ പറയുന്നുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കൂടുതൽ സ്പീഡ് നിങ്ങൾ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഗുഡ്സ് മാത്രമേ അവിടെ ട്രാൻസ്ഫർ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് പാസഞ്ചേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാവൂ, ഈ സർട്ടൺ റീജിയൻസിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് എ ഷിപ്പ് ഓർ ആൻ എയർക്രാഫ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്രൂഡ് ഓയിൽ ഒന്നും സപ്ലൈ ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കാണാം. അതൊന്നെങ്കിൽ ലീഗലി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നതോ, അല്ലെങ്കിൽ ലീഗലി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ അസറ്റിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ ആയിരിക്കും അത്. സോ ഇൻ എ വേസ് ലൈക്ക് എ പ്രിക്വേഷൻ ഓർ എ ഗൈഡ് ലൈൻ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, അത് റെസ്ട്രിക്ഷൻ ആണോ ഗൈഡ് ലൈൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. സോ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യൽ. കാരണം ചിലപ്പോൾ ഈ ഗൈഡ് ലൈനിനെ നിങ്ങളൊരു റെസ്ട്രിക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ബിക്കോസ് FRൽ നമുക്കില്ലാത്തൊരു ഏരിയ ആണത്. കാരണം ഒരു കോൺട്രാക്റ്റ് വന്നിട്ട് ലീസാണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ബിക്കോസ് ഇറ്റ്സ് അപ് ടു അവർ ജഡ്ജ്മെൻറ്റ്. സോ നമുക്കറിയാമല്ലോ, ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ബേസ് നിങ്ങൾക്കറിയാം, ജഡ്ജ്മെൻറ്റ് ബേസുള്ള ക്വസ്റ്റ്യനാണ് കൂടുതലും SBR വരുന്നത്. അപ്പോൾ എനിവേ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. ഒരു സെനാരിയോ തരുന്നു, ആ കോൺട്രാക്റ്റ് ലീസാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ ചെക്ക് ചെയ്യുന്ന ക്രൈറ്റീരിയ ഇത് തന്നെയാണ്, ഓക്കെ. അതുകൂടാതെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയേക്കുക. ആൻഡ് ഈവൻ ഈ ഗൈഡ് ലൈൻസിനെ പറ്റിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് ഗൈഡ് ലൈൻ ആണോ അല്ലെങ്കിൽ പ്രിക്വേഷണറി മെഷർ ആണോ, ഓർ ഈസ് ഇറ്റ് റിയലി എ റെസ്ട്രിക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? Okay. So once you recognize that ഈ പറയുന്ന കോൺട്രാക്റ്റ് ലീസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ we know that the lessor as well as lessee needs to account for it. Okay. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സീ ഹൗ ദ ലെസ്സി വിൽ അക്കൗണ്ട് ഫോർ ഇറ്റ്. ലെസ്സിക്ക് അറിയാം, നമുക്കറിയാം അക്കോർഡിംഗ് ടു എ പ്രീവിയസ് സ്റ്റാൻഡേർഡ് ലെസ്സി അവിടെ എന്ത് റെക്കഗ്നൈസ് ചെയ്യണമായിരുന്നു, ഒരു അസറ്റ് റെക്കഗ്നൈസ് ചെയ്യണമായിരുന്നു. ഇവിടെ ഇപ്പോൾ അസറ്റിന് പകരം, അസറ്റ് എന്ന് പറയുന്നതിന് പകരം അതിന് നമ്മളൊരു വേറെ വാല്യൂ പേരാണ് പറയുന്നത്, വിച്ച് ഈസ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ദാറ്റ് അസറ്റ് ഫ്രം അതർ അസറ്റ് വിച്ച് ഈസ് പർച്ചേസ് ബൈ ദ കമ്പനി. അപ്പോൾ FS എടുത്ത് നോക്കുന്ന സമയത്ത് റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്നൊരു ലൈനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ അസറ്റിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് എന്ത് അസറ്റാണ്, ലീസിനെടുത്ത അസറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാനാണ് നമ്മൾ അസറ്റ് എന്ന് പറയാതെ അതിനെ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഉറപ്പായിട്ടും അതിൻ്റെ നോട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, നോട്ട് 2 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. വെൻ യു റീഡ് ദ ഡിസ്ക്ലോഷർ വിൽ ഗെറ്റ് ഇൻ ടു ഡീറ്റെയിൽ അസറ്റ് എന്താണെന്നും എത്ര വർഷത്തേക്കാണെന്നൊക്കെയുള്ളത് നമുക്ക് ഡിസ്ക്ലോഷറിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ക്രെഡിറ്റ്? ക്രെഡിറ്റ് ഇപ്പോഴും എന്തിലോട്ട് തന്നെ പോകുന്നത്, ലീസ് ലയബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ. സോ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കോൺട്രാക്റ്റ് ഒരു ലീസാണെന്നുണ്ടെങ്കിൽ
ഇമ്മീഡിയറ്റ്ലി ലെസ്സിയുടെ ബുക്സിലാണ് ഇത്രയുടെ കൂടുതൽ വർക്കിങ്സ് വരുന്നത്. സോ ലെസ്സി ഹാവ് ടു ബുക്ക് ആൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി. അപ്പോൾ അസറ്റ് സൈഡിൽ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ലയബിലിറ്റിയിൽ ഇറ്റ് വിൽ ബി ലീസ് ലയബിലിറ്റി. ഓക്കെ, ഈ പാർട്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അല്ല, ലെസ്സറും ഉണ്ട്. നമ്മൾ ലെസ്സി മാത്രം എനിക്ക് റെക്കോർഡിങ്സിൽ ഞാൻ തന്നത്, കാരണം ലെസ്സിയാണ് നിങ്ങൾ FRലെ പാർട്ടാണ് ഞാൻ കൂടുതൽ റെക്കോർഡിങ് വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഏരിയ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെസ്സർ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ലൈവിൽ. ഓക്കെ, ഈ പോർഷൻ ക്ലിയർ ആണോ? സോ വാട്ട് എവർ ഐ ഹാവ് ഗിവൺ ആസ് റെക്കോർഡിങ്സ് ടിൽ ഡേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രം FR പെർസ്പെക്റ്റീവ്. FRൻ്റെ നോളജ് റിവിഷൻ ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത്. സോ ലെസ്സിൻ്റെ ഇനിഷ്യൽ റെക്കഗ്നീഷൻ പാർട്ട് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനിഷ്യലി എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് ക്ലിയർ അല്ലേ? Okay, now the question is, how will you measure this liability and how will you measure the right of use asset? അസറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, അതേപോലെ തന്നെ ലയബിലിറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? സോ ആദ്യം നമുക്ക് ലയബിലിറ്റിൻ്റെ വാല്യൂ നോക്കാം. അതാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോ ഇൻ കോമൺ ടേംസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ പേ ചെയ്യാനുള്ള ക്യാഷ് ഫ്ലോ. സോ ദ ഒബ്ലിഗേഷൻ ടു പേ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റലി എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു ലീസ് ലയബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നു. ആ കോൺട്രാക്ട് ഡേറ്റ് നിങ്ങൾ കുറച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനിഷ്യൽ പേയ്മെൻറ്റോ അഡ്വാൻസോ ഡയറക്റ്റ് കോസ്റ്റോ അങ്ങനെ കുറച്ച് പേയ്മെൻറ്റ്സ് നമ്മൾ ഇനിഷ്യലി കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെറ്റ്സ് സേ ഇഫ് ദ ലീസ് ഈസ് ഫോർ 3 years, സോ ഓൺ ദ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ദാറ്റ് ഈസ് ഡേ 0 അല്ലെങ്കിൽ ഇയർ 0, നമ്മൾ കുറച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കും. ആ പേയ്മെൻറ്റ്സ് കൂടാതെ എല്ലാ വർഷവും നമ്മൾ ആനുവലി ഇനിയും കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ് കാണും. ആനുവൽ പേയ്മെൻറ്റ്സ് കാണും, ലീസ് പേയ്മെൻറ്റ്സ്. സോ വിച്ച് ഈസ് നോട്ട് യെറ്റ് പെയ്ഡ് ഓൺ ദ ഇനിഷ്യൽ ഡേറ്റ്. സോ ആ നമ്മൾ കൊടുക്കാത്ത ഇനി ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടി വരുന്ന ആ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റലി ലീസ് ലയബിലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് which are not paid at the initial transaction date. അപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റിൽ പേ ചെയ്യാത്ത എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ടൊരു ഒബ്ലിഗേഷൻ ഉള്ള ക്യാഷ് ഫ്ലോസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ആ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനാണ് നമ്മൾ ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? യെസ്. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ്, എന്തൊക്കെയാണ് ഈ ക്യാഷ് ഫ്ലോസ്? സോ FRലും ഒക്കെ നമുക്ക് ആ ക്യാഷ് ഫ്ലോസ് തരുമായിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു SBR അങ്ങനെയല്ല. സോ എന്തൊക്കെയാണ് ആ ക്യാഷ് ഫ്ലോസ്? ആ ക്യാഷ് ഫ്ലോസിൽ എന്തൊക്കെ വരാം? ഒബ്വിയസ്ലി ലീസ് പേയ്മെൻറ്റ് വരാം അല്ലേ? സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ലീസ് പേയ്മെൻറ്റ്സ്. പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കുക, ഈ ലീസ് പേയ്മെൻറ്റ്സ് തന്നെ 2 ടൈപ്പ് പേയ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ആ ലീസ് പേയ്മെൻറ്റ്സ് ചിലപ്പോൾ എന്താവാം? ഫിക്സഡ് ലീസ് പേയ്മെൻ്റ് ആവാം. എന്താണ് മക്കളെ? ഫിക്സഡ് ലീസ് പേയ്മെൻറ്റ്. ദറ്റ് ഈസ് ആനുവലി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫിക്സഡ് എമൗണ്ട്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ 100,000 പെർ ആനം. നമ്മൾ റെൻ്റൊക്കെ കൊടുക്കുന്ന പോലെ ആനുവലി നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് പേ ചെയ്യുന്നു. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ചിലപ്പോൾ എന്ത് വരാം? വേരിയബിൾ ലീസ് പേയ്മെൻറ്റ് വരാം. സോ വാട്ട് യു മീൻ ബൈ വേരിയബിൾ ലീസ് പേയ്മെൻറ്റ്? എന്താ വേരിയബിൾ? മാറും. എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് ചിലപ്പോൾ എന്തായിരിക്കും? സർട്ടൺ ഇൻഡെക്സ് റേറ്റ് പ്രകാരമോ എന്താ ഈ മാർക്കറ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് മൊത്തത്തിൽ മാർക്കറ്റിലുള്ള എല്ലാ ഗുഡ്സിനും സർവീസിനും ഒരു വാല്യൂ ഇൻക്രീസ് ഒക്കെ വരും. മേ ബി ഡ്യൂ ടു ഇൻഫ്ലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റൻ അവർ ആ എഗ്രിമെൻറ്റിൽ പറയും ഫിക്സഡ് റേറ്റ് കൂടാതെ എന്തെങ്കിലും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ, ഇൻഫ്ലേഷനോ വല്ലതും കൂടുന്ന സമയത്ത് അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ വരുമല്ലേ, കാരണം അവർക്ക് ആ ഫിക്സഡ് എമൗണ്ടേ കിട്ടുന്നുള്ളൂ അവിടെ. അപ്പോൾ ആ ഫിക്സഡ് എമൗണ്ട് കൂടാതെ ടു കവർ അപ്പ് വിത്ത് ദ മാർക്കറ്റ് റേറ്റ് യു മേ ഹാവ് ടു പേ സംതിങ് എക്സ്ട്രാ. ഓക്കെ, ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡെക്സ്. മാർക്കറ്റ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. മേ ബി അതിൻ്റെ ബേസിലായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് നമുക്ക് ഒരിക്കലും നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് വിൽ ബി വേരിയിങ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് റേറ്റ്സ്. അതിനെയാണ് വേരിയബിൾ ലീസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്.
ആർ യു ഗെറ്റിംഗ് ഇറ്റ്? എന്താണ് ഫിക്സഡ് പേയ്മെൻറ്റും വേരിയബിൾ പേയ്മെൻറ്റും മനസ്സിലായോ? ചിലപ്പോൾ ഈ വേരിയബിൾ പേയ്മെൻറ്റ് മേ ബി ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ആസ് വെൽ. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെയൊക്കെ ഇപ്പോൾ ഒരു ഷോപ്പ് നിങ്ങൾ ലീസിന് എടുക്കുവാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ റെൻറ്റ് ദാറ്റ് വി ഹാവ് ടു പേ, ആ ഷോപ്പിൻ്റെ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ്, മേ ബി 1 or 2% ഓഫ് ദ പ്രോഫിറ്റ്, അത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ആനുവലി പേ ചെയ്യേണ്ടി വരും. ബിക്കോസ് ആ ഒരു ടൗണിൽ ആ പർട്ടിക്കുലർ സൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ സെയിൽസിൻ്റെ ഒരു ചെറിയ പോർഷൻ ഓഫ് ബെനിഫിറ്റ് അവർക്കും കിട്ടണം. നോട്ട് ദ ഹോൾ ബെനിഫിറ്റ്, മേ ബി 2% or 3%. സോ അങ്ങനെ ചെറിയ പെർസെൻറ്റേജ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം എന്ത് ഫാക്ടേഴ്സാണ്? ദീസ് ഓൾ ആർ വേരിയബിൾ ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് ബി പ്രീ ഡിറ്റർമൈൻഡ്. അപ്പോൾ ഇതെല്ലാ സിറ്റുവേഷനിലും വരണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനാണ് ഈ പേയ്മെൻറ്റ്സിനകത്തിൽ എന്തൊക്കെ വരാം. ലീസിൻ്റെ പേയ്മെൻറ്റ്സിൽ നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റെൻറ്റ് പേയ്മെൻറ്റ് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ് സം അതർ ക്യാഷ് ഫ്ലോസ് ആസ് വെൽ. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിക്സഡ് വരാം, അതേപോലെ തന്നെ വേരിയബിൾ ലീസ് പേയ്മെൻറ്റ് വരാം. ഓക്കെ ആണോ? Is it clear everyone? It will include fixed lease payment as well as variable lease payment. Then sometimes apart from this cash flow, ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ക്യാഷാണ് ദറ്റ് ഈസ് റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി. എന്താണ് റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി? സോ ആസ് എ നെയിം സജസ്റ്റ്, നമ്മൾ ആ ഒരു അസറ്റിൻ്റെ റെസിജ്വൽ വാല്യൂ ആർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു? ഈ പറയുന്ന ലെസ്സറിന് ഗ്യാരണ്ടി ചെയ്യുവാണ്. ഓക്കെ, സോ ഇറ്റ്സ് റിട്ടൺ ഇൻ ദ കോൺട്രാക്ട് ദാറ്റ് ദ ലെസ്സി വിൽ പേ റെസിജ്വൽ വാല്യൂ ഓഫ് ദിസ് അസറ്റ്. നിങ്ങളെടുത്ത അസറ്റ് ഉണ്ടല്ലോ, ലീസിന് എടുത്ത അസറ്റ്, അതിൻ്റെ എന്താണോ എക്സ്പെക്റ്റഡ് റെസിജ്വൽ വാല്യൂ, സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടൈം കഴിയുമ്പോൾ ആ റെസിജ്വൽ വാല്യൂ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ ഇപ്പോൾ, അത് ഞങ്ങൾ ക്യാഷായിട്ട് തരാം. സോ ഇങ്ങനൊരു പ്രോമിസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഇങ്ങനൊരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുവാണെങ്കിൽ, അഗെയിൻ ദാറ്റ് കംസ് ആസ് എ പാർട്ട് ഓഫ് യുവർ ഒബ്ലിഗേഷൻ ഓഫ് ദാറ്റ് ലീസ്. സോ നമ്മുടെ ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലീസ് പേയ്മെൻറ്റ്സിനകത്ത് നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യും? അപ്പാർട്ട് ഫ്രം ഫിക്സഡ് ലീസ് പേയ്മെൻറ്റ് ആൻഡ് വേരിയബിൾ ലീസ് പേയ്മെൻറ്റ്, ഇഫ് വി ആർ പ്രോമിസിങ് ദാറ്റ് റെസിജ്വൽ വാല്യൂ, ആ റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഇപ്പോൾ ക്യാഷ് ഫ്ലോസിൽ എന്തൊക്കെ വരും എന്നുള്ളത് ക്ലിയർ ആണോ? ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഫിക്സഡ്, വേരിയബിൾ ആൻഡ് റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി. തീർന്നിട്ടില്ല. ഈ 3 പോയിൻറ്റ്സ് ക്ലിയർ ആണല്ലോ? സെറ്റല്ലേ? അപ്പോൾ റെസിജ്വൽ വാല്യൂ എന്തിനാണ് ഗ്യാരണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് കോമൺ ലോജിക്കാണ്. ലെറ്റ്സ് സേ നിങ്ങളൊരു വീട് ഇപ്പോൾ റെൻറ്റിന് എടുക്കുകയെന്ന് വെച്ചോ, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും നിങ്ങളുടെ ഓൺ ഹൗസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും സെയിം ആണോ? അല്ല. നമ്മളെപ്പോഴും റീസെയിൽ വാല്യൂ ഒക്കെ നോക്കുവാണെങ്കിൽ റെൻറ്റഡ് ഹൗസിൻ്റെ റീസെയിൽ വാല്യൂ കുറവായിരിക്കും. കാരണം അത്രയും ആൾക്കാർ വന്ന് കുറേ ആൾക്കാർ റെൻറ്റിനൊക്കെ നിന്നപ്പം അത് അതേപോലെ അവർ നശിപ്പിച്ചിട്ടിട്ടായിരിക്കും പോയേക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ OLXലൊക്കെ കാർ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സിംഗിൾ ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ യൂസ്ഡ് കാർസിനൊക്കെ ഇത്രയും വാല്യൂ കൂടാൻ എന്താ റീസൺ? ഡോക്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ വാല്യൂ കിട്ടുന്നതാണോ? അല്ല. നോർമലി ഡോക്ടേഴ്സ് ആകുമ്പോൾ ഇത്ര നല്ലപോലെ യൂസ് ചെയ്യും, പിന്നെ അവരൊരു അത്രയും ട്രാവൽ ചെയ്യത്തില്ല, മേ ബി ലൈക്ക് ഇറ്റ് വിൽ ബി വെരി നിയർ ടു ദ ഹോസ്പിറ്റൽ, അപ്പോൾ വണ്ടി ഒത്തിരി ഓടി കാണത്തില്ല. സോ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അതിനൊരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇത്രയും വാല്യൂ ഉള്ളത്. ഓക്കെ, സോ എപ്പോഴും അപ്പോൾ റെസിജ്വൽ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ ലീസിന് കൊടുത്തു കഴിയുമ്പം നോർമലി അസറ്റ് ഒരു ഓണർ യൂസ്ഡ് ആണെങ്കിൽ എന്താണോ കിട്ടേണ്ട റെസിജ്വൽ വാല്യൂ, അത് ലീസ്ഡ് അസറ്റിൻ്റെ കേസിൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇഫ് ദ ലെസ്സി ഈസ് യൂസിങ് ദിസ് അസറ്റ് ഫോർ എ മേജർ പീരീഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്, ആ അസറ്റിൻ്റെ മേജർ എക്കണോമിക് ലൈഫിലും ലെസ്സി ഇത് യൂസ് ചെയ്യുവാണെന്ന് വെച്ചോ, ഈ അസറ്റ് യൂസ് ചെയ്യുവാണ്. സോ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും ലെസ്സിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി ആഫ്റ്റർ മാർക്കറ്റിൽ അത് വിൽക്കുന്ന സമയത്ത് മേ ബി ഒരു ലീസ്ഡ് അസറ്റ് ആയതുകൊണ്ട്, ലീസിന് കൊടുത്ത അസറ്റ് ആയതിൻ്റെ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പ്രോമിസ് ചെയ്യുന്നത്? ഇനിഷ്യലി തന്നെ നമ്മൾ പ്രോമിസ് ചെയ്യും, ദാറ്റ് ഈസ് എന്താണോ ഇതിൻ്റെ ഇപ്പോഴത്തെ റെസ്പെക്റ്റഡ് മാർക്കറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഓണർ ഇറ്റ് സെൽഫ്, ആ റെസിജ്വൽ വാല്യൂ ആസ് പെർ ദ മാർക്കറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തു തരുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നതിനാണ് റെസിജ്വൽ വാല്യൂ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ?
So all of you clear with these points? So fixed payment varam, variable payment varam, then residual value guarantee varam. ഇത്രയും ക്ലിയർ ആണോ? യെസ്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ടെർമിനേഷൻ പെനാൽറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ദ സ്റ്റാർട്ടിങ്, ഇതൊരു കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് വിൽ ബി ഫോർ എ ഫിക്സഡ് പീരീഡ്. ആ ഫിക്സഡ് പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ നോൺ ക്യാൻസലബിൾ പീരീഡ് കാണും. എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത പീരീഡ്. മിനിമം ആ പീരീഡ് നമ്മൾ ലീസിന് എടുത്തിട്ടുണ്ടായിരിക്കണം. ബട്ട് എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ലീസ് പീരീഡ് നോൺ ക്യാൻസൽ പീരീഡിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരുവാണെങ്കിൽ ദെയർ വി ഹാവ് ടു പേ എ പെനാൽറ്റി. ആർക്ക്? ലെസ്സിക്ക് ഒരു പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് അറ്റ് എനി മൂമെൻറ്റ് ഇഫ് യു ഫീലിംഗ് ലൈക്ക് ഓക്കെ മേ ബി ആഫ്റ്റർ 1 ഇയർ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ട്, വി മേ ടെർമിനേറ്റ് ദിസ് എഗ്രിമെൻ്റ് എന്നാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ലയബിലിറ്റി റീമെഷർ ചെയ്യണം. ഓക്കെ, ബൈ ഇൻക്ലൂഡിങ് ദിസ് ടെർമിനേഷൻ പെനാൽറ്റി. കാരണം ആ പെനാൽറ്റി കൊടുക്കുക എന്നുള്ള കാര്യം അവിടെ ഉറപ്പാണ്, കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. കാരണം എന്താ എന്തായിരിക്കും അതിൻ്റെ റീസൺ? ബിക്കോസ് നോൺ ക്യാൻസലബിൾ പീരീഡിന് മുമ്പ് തന്നെ നമ്മളത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. സോ അപ്പോൾ തന്നെ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് വി ഹാവ് ടു പേ ദിസ് ഒബ്ലിഗേഷൻ. സോ അതുകൂടെ നമ്മൾ ലീസ് ലയബിലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവരിക. സോ ബൈ റീഅസസിങ് ദാറ്റ് ലീസ് ലയബിലിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? അപ്പോൾ 4 ക്യാഷ് ഫ്ലോസ് വന്നു. സോ നമ്മൾ FRൽ അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നില്ല. സോ ഫിക്സഡ്, വേരിയബിൾ, റെസിഡ്യൂവൽ വാല്യൂ ഗ്യാരണ്ടി ആൻഡ് ടെർമിനേഷൻ പെനാൽറ്റി. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? പെർഫെക്റ്റ്. ഇനി ടെർമിനേഷൻ പെനാൽറ്റി ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടാതെ എന്തെങ്കിലും ഇനിയും വരുമോ? യെസ്, ഇനിയും വരാൻ ചാൻസ് ഉള്ള കാര്യമാണ് പർച്ചേസ് ഓപ്ഷൻ. എന്താണ് പർച്ചേസ് ഓപ്ഷൻ? ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം ഈ പറയുന്ന ലെസ്സിക്ക്, ഓക്കെ, ആ കസ്റ്റമറിന് ഈ ലീസ്ഡ് അസറ്റ് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചോ. ലെസ്സറിൻ്റെ കയ്യിൽ നിന്ന് ആ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ എക്സൈസ് ചെയ്ത് നമ്മളവിടെ എന്ത് കൊടുക്കേണ്ടി വരും? വി ഹാവ് ടു പേ ക്യാഷ്, ഒരു വാല്യൂ കൊടുക്കേണ്ടി വരും. സോ അറ്റ് എനി മൂമെൻറ്റ് ഓഫ് ദ ടൈം അല്ലെങ്കിൽ എനി പോയിൻ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം ലെസ്സി ഈസ് പ്ലാനിങ് ടു പർച്ചേസ് ഇറ്റ്, അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്യും എന്നുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. ഓക്കെ, അത് എക്സസൈസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പ്രോബബിൾ ആവുന്ന മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റിൽ തന്നെ നിങ്ങൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യുക? ദിസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് അലോങ് വിത്ത് യുവർ ലീസ് ലയബിലിറ്റി. കാരണം അത് നിങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും, കാരണം യു ആർ ഗോയിങ് ടു പർച്ചേസ് ഇറ്റ്. അപ്പോൾ ആ പർച്ചേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ പർച്ചേസ് ഓപ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലീസ് പേയ്മെൻറ്റിൻ്റെ ലീസ് ലയബിലിറ്റി കാൽക്കുലേഷനകത്ത് കൊണ്ടുവരണം. ഇറ്റ്സ് ക്ലിയർ എവരി വൺ? അപ്പോൾ ലീസ് ലയബിലിറ്റിയിൽ എന്തൊക്കെ വരും എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? Can you reply in the chat? ഓക്കെ, അപ്പോൾ ലീസ് ലയബിലിറ്റി എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഫ്ലോസിൽ എന്തൊക്കെ വരാം? ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി നോക്കി. ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഫിക്സഡ് ലീസ് പേയ്മെൻറ്റ്, യെസ്, ദെൻ വേരിയബിൾ ലീസ് പേയ്മെൻറ്റ്, residual value guarantee, termination penalty, option to purchase, yeah, purchase option if it is എക്സസൈസബിൾ. നിങ്ങളത് എക്സസൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ പർച്ചേസ് ഓപ്ഷനും വരും. സോ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ആ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ലീസ് ലയബിലിറ്റി. ഓക്കെ ആണല്ലോ? അപ്പോൾ ലീസ് ലയബിലിറ്റിയിൽ എന്തൊക്കെ വരും എന്നുള്ളത് ക്ലിയർ അല്ലേ? സോ വൺസ് യു കാൽക്കുലേറ്റ് ലീസ് ലയബിലിറ്റി, അപ്പോൾ ലീസ് ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും?
അതിൻ്റെ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും മക്കളെ? രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ലീസ് പേയ്മെൻറ്റിന് അരിയേഴ്സും വരാം, ലീസ് പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസും വരാം. ഇപ്പോൾ അരിയേഴ്സ് ആണ് ലീസ് പേയ്മെൻ്റ് എങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ലീസ് ലയബിലിറ്റി എടുക്കുക. സോ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇയർ എൻഡിലേ നമ്മൾ ഇനിയും ലീസ് പേയ്മെൻറ്റ് കൊടുക്കത്തുള്ളൂ അല്ലേ? അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് ചാർജ് ചെയ്യും? അൺവൈൻഡിങ്ങിൻ്റെ ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ദെൻ ആ വർഷം അവസാനം നമ്മൾ ലീസ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. സോ ലീസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ക്യാഷ് റീപേ ചെയ്യുമ്പോൾ ലയബിലിറ്റി കുറയും. അപ്പോൾ ലയബിലിറ്റി നമ്മൾ കുറച്ചു, ബാക്കി നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി. സോ ഇതാണ് സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ലീസ് ലയബിലിറ്റി ഇഫ് ഇറ്റ്സ് ഇൻ അരിയേഴ്സ്. ഇനി അരിയേഴ്സിന് ഒരു അഡ്വാൻസ് ആണെങ്കിലോ? ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഓപ്പണിങ്ങിൽ തന്നെ അവിടെ എന്ത് പോവും? ലീസ് പേയ്മെൻറ്റ് പോവും. അതിന് മണ്ടയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ടി വരുന്നത്? ബാക്കി ഉള്ള റിമൈനിങ് എമൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നുണ്ടാവുക? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി. സെറ്റ് അല്ലേ? അപ്പോൾ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ ആ ലയബിലിറ്റീനെ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അൺവൈൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ലീസ് പേയ്മെൻറ്റ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആണെങ്കിൽ ആദ്യം തന്നെ അത് കുറച്ചിട്ട് വേണം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ. അരിയേഴ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ട് അവസാനമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലീസ് പേയ്മെൻറ്റ് പോകത്തുള്ളൂ. സോ ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിലായിരിക്കും നമ്മൾ ലീസ് പേയ്മെൻറ്റ് കുറയ്ക്കേണ്ടി വരിക. ഈസ് ഇറ്റ് ക്ലിയർ എവരി വൺ? ബട്ട് ഐ എം വെരി മച്ച് ഷുവർ ദാറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് കാൽക്കുലേഷനൊക്കെ FRൽ വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ബേസിക് കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നൗ ദിസ് ഇൻട്രസ്റ്റ് എവിടെ പോവും? വിൽ ഗോ ടു P&L ആസ് എൻ എക്സ്പെൻസ്. നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റോ? നമ്മൾ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റ് ഈസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഏത് ക്യാഷ് ഫ്ലോയിൽ പോകുന്നത്? ഇറ്റ് വിൽ ഗോ ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇൻട്രസ്റ്റിൻ്റെ എക്സ്പെൻസ് ആയിരിക്കും P&Lലോട്ട് പോകുന്നത്. ഇൻ കേസ് ഓഫ് ലീസ് ലയബിലിറ്റി നമ്മളല്ലാതെ പേ ചെയ്യുന്ന ലീസ് റെൻ്റൽസ് അല്ല പോകുന്നത്. ലീസ് റെൻ്റൽ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തത് ക്യാഷ് ആയിട്ടാണ്. അതെവിടെ പോകണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പോകണം കേട്ടോ. P&Lലോട്ട് പോകുന്ന എന്ത് മാത്രമായിരിക്കും? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? All of you, is it clear? Okay. So we discussed about lease liability calculation and its subsequent treatment. And what about right to use of asset? RTU നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റൈറ്റ് ടു യൂസിൻ്റെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇനിഷ്യലി ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് കോസ്റ്റ്. അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അസറ്റിൻ്റെ. ആ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു അസറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ആ അസറ്റ്സിൻ്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം തന്നെ മീൻസ് ആ ഒരു പർട്ടിക്കുലർ കമ്മിറ്റ്മെൻറ്റ് ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ വാട്ട് എവർ പേയ്മെൻറ്റ് യു ഹാവ് മെയ്ഡ് ഇൻ ദ പാസ്റ്റ് ഓർ അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ as well as what we are going to pay in future to get the rights of that asset. ആ മൂന്ന് പേയ്മെൻറ്റും എന്തിനകത്ത് ഇൻക്ലൂഡ് ആവണം? ആ മൂന്ന് പേയ്മെൻറ്റ്സും എന്തിനകത്ത് ഇൻക്ലൂഡ് ആവണം? അസറ്റ്സിൻ്റെ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആവണം. ഓക്കെ, സോ എനി പേയ്മെൻറ്റ് ദാറ്റ് യു ഹവ് മെയ്ഡ് ഇൻ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ലെറ്റ്സ് നിങ്ങൾ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ, ലീസിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീസ് ലയബിലിറ്റിയിൽ വരില്ല, ബിക്കോസ് യു ഹാവ് പെയ്ഡ് ഇറ്റ് ഇൻ അഡ്വാൻസ്. പക്ഷേ അതെന്തിൽ വരും? അസറ്റിൻ്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന ആ വാല്യൂവിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ IFRS 16 അതിനെ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ബേസിക്കലി ഇറ്റ് ഈസ് അസറ്റ്. നമ്മൾ PPയിലൊക്കെ
അസറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ അസറ്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തു, either in past or at the date of transaction or in future, ഇതെല്ലാം കൂടെ ആ അസറ്റ്സിൻ്റെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അതിനെ എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അങ്ങനെ ഓർത്തെഴുതാൽ മതി എന്തൊക്കെ ഇൻക്ലൂഡ് ആവുന്നുള്ളത്. ഇൻ പാസ്റ്റ് ഓർ ഇൻ പ്രസൻറ്റ്, ഇൻ ഫ്യൂച്ചർ നമ്മൾ എന്തൊക്കെ അസറ്റിന് വേണ്ടി കൊടുക്കുന്നു ടു ഗെറ്റ് ദ റൈറ്റ്സ്, അതെല്ലാം റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിൽ വരണം. ഓക്കെ, സോ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും. ദെൻ അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഇഫ് യു ആർ ഇൻകറിങ് എനി ഡയറക്റ്റ് കോസ്റ്റ് സച്ച് എസ് ലീഗൽ ഫീസ്, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇനിയും ആ പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ് ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ഇൻസെൻറ്റീവ്സൊക്കെ കുറയ്ക്കണം. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇനിഷ്യലി മെഷർ ചെയ്തത് ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ മെഷർ ചെയ്തില്ലേ, ആ വാല്യൂ എന്താണ്, ആ അസറ്റിൻ്റെ റൈറ്റ് കിട്ടാൻ വേണ്ടി ഫ്യൂച്ചറിൽ കൊടുക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് ലീസ് ലയബിലിറ്റി. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ടുണ്ട്. സോ ഇനിഷ്യൽ മെഷർമെൻറ്റ് ഓഫ് ലീസ് ലയബിലിറ്റി തന്നെ വരും. അപ്പോൾ ഈ 3 പാർട്ടൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് എനി എമൗണ്ട് ദാറ്റ് യു ഹാവ് ടു പേ ഇൻ പാസ്റ്റ് അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആസ് വെൽ ആസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ 3 ക്ലിയർ ആണോ മക്കളെ? Yes, sir. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വരുമോ? യെസ്, നോർമലി നമ്മൾ പി പിയിലൊക്കെ കാണുന്ന പോലെ ലെറ്റ്സ് ഈ ലീസ്ഡ് അസറ്റ് നമുക്ക് ചിലപ്പോൾ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ വരും. ഈ കോസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയായിരുന്നു നമ്മൾ പി പിൻ്റെ കേസിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? Present value. യെസ്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കും, എന്നിട്ട് അതുകൂടെ നമ്മൾ കോസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ആ സെയിം ആസ് അസറ്റ്സിൻ്റെ കേസ് നമ്മൾ ചെയ്യുന്ന പോലെ, പി പിയിലൊക്കെ അസറ്റ്സിൻ്റെ കേസ് ചെയ്യുന്ന പോലെ ആ ലീസ്ഡ് അസറ്റിനെ ഇനി ഫ്യൂച്ചറിൽ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേസ് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുന്നതിനോ എന്തെങ്കിലും കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ ഷുവർ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ആ എമൗണ്ട് നിങ്ങൾക്ക് ഇൻകർ ചെയ്യേണ്ടി വരും എന്നതിന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രസൻറ്റ് വാല്യൂ കൂടെ നമ്മുടെ ഈ അസറ്റിൻ്റെ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദിസ് ഫിഗേഴ്സ് ഈ പറഞ്ഞ വാല്യൂ കൂടെ ചേരുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ഇനിഷ്യൽ മെഷർമെൻറ്റ് ഓഫ് റൈറ്റ് ടു യൂസ്. Is it clear everyone? So ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? Can you reply in the chat everyone? Okay, so this is the initial measurement. What about subsequent measurement? Subsequently നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും റൈറ്റ് യൂസിനെ? സെയിം ആസ് ദാറ്റ് വി ഡു ഫോർ അതർ അസറ്റ്സ്. നമുക്ക് ആ സബ്സിക്വൻ്റ്ലി ഈ അസറ്റിനെ 3 ഡിഫറെൻറ്റ് ഓപ്ഷനാണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് ഇഫ് ദ അസറ്റ് ഈസ് യൂസ് ഫോർ ബിസിനസ് പർപ്പസ്, ഓൾമോസ്റ്റ് IA-16 അസറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ദറ്റ് ഈസ് ഏതോ വി ക്യാൻ യൂസ് കോസ്റ്റ് മോഡലോ അല്ലെങ്കിൽ നമുക്ക് ഏത് മോഡൽ എടുക്കാം, ഓർ ഇവാലുവേഷൻ മോഡൽ. ഓക്കെ, അപ്പോൾ ലൈക്ക് വി ഡു ഫോർ നോർമൽ ഒരു പി പി അസറ്റിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സബ്സിക്വൻ്റ്ലി ആ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും വരുന്നത്? ദ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് വിൽ ബി based on these 2 models, which is either cost or evaluation model. കോസ്റ്റ് മോഡലിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ഇമ്പയർമെൻറ്റ്, യു വിൽ ഗെറ്റ് ദ ക്യാരിങ് വാല്യൂ അല്ലേ? ഇനി റിവാലുവേഷൻ മോഡലാണെങ്കിലോ റിവാല്യൂഡ് എമൗണ്ട് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ഇമ്പയർമെൻറ്റ്, യു വിൽ ഗെറ്റ് ദ ക്യാരിങ് വാല്യൂ. സോ അങ്ങനെ 2 മോഡൽസ് ആണ് ഇവിടെ നമുക്കുള്ളത്. either we can use cost model or revaluation model.
Is it clear, everyone? Can you reply in the chat? Yes, sir. Yes. ഇനി സപ്പോസ് ആ ലീസ്ഡ് അസറ്റിനെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആ ലീസ്ഡ് അസറ്റിനെ ലെസി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, വിച്ച് ഈസ് IAS 40. അത് യൂസ് ചെയ്യുക. IAS 40 ആണെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രിഫറബിളി യൂസ് ചെയ്യുന്ന മോഡൽ എന്തായിരിക്കും? എന്ത് മോഡലായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഫെയർ വാല്യൂ മോഡലായിരിക്കും. സെറ്റല്ലേ? അപ്പോൾ വളരെ എളുപ്പമാണ്. ആ ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ കാണാതെ പഠിക്കാൻ നിൽക്കല്ല്, അതിൻ്റെ ലോജിക്ക് ആലോചിക്കുക. എന്താ മോനെ? അല്ല, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ ഇത് ആ അത് നമ്മൾ ലീസിന് എടുക്കുന്നു, എന്നിട്ട് നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്ക് ആയിട്ട് ഇപ്പം ഞാനിപ്പം ഒരു സാധനം ലീസിന് എടുത്തത് പിന്നെ സബ് ലീസ് ചെയ്യത്തില്ലേ? ഓക്കെ ഓക്കെ മനസ്സിലായോ? അപ്പോൾ ഞാനത് ലീസിന് എടുത്തിട്ട് ഞാനത് ഓപ്പറേറ്റിംഗ് ലീസിന് ഓപ്ഷന് ഞാനത് പുറത്ത് കൊടുക്കുവാണെന്ന് വെച്ചു. നമ്മൾ ബാംഗ്ലൂരൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മലയാളികളൊക്കെ കൂടുതലും ഈ ബിൽഡിങ് PG ആയിട്ടൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം പോയിട്ട് ഏതെങ്കിലും ഒരു കന്നഡക്കാരൻ്റെ അടുത്ത് നിന്ന് ബിൽഡിംഗ് ലീസിന് എടുക്കും, എന്നിട്ട് വീണ്ടും അവർ പിന്നെ അത് റെൻറ്റിന് കൊടുക്കും. മനസ്സിലായോ? സോ അങ്ങനെ ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ പർട്ടിക്കുലർ അസറ്റ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേ? ഇറ്റ്സ് ഫോർ ഏണിങ് റെൻ്റൽസ്. അങ്ങനെയാണെങ്കിൽ അത് അസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബുക്സിൽ ഏത് പ്രകാരം വേണം? ഫെയർ വാല്യൂ മോഡൽ പ്രകാരമായിരിക്കും വരുന്നത്. അവിടെ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സർ. ഒരു കമ്പനിയുടെ ഇപ്പൊ ക്രോസെയർ എന്ന കമ്പനിയുടെ മെയിൻ ഇൻകം അതല്ലേ ഉണ്ടാവുക? എന്താ മോനെ? ഇപ്പൊ സർ പറഞ്ഞു, അതായത് ക്രോസെയർ ചെയ്യുന്ന കമ്പനീസിന്റെ മെയിൻ ഇൻകം ഇപ്പൊ റെന്റ് ചെയ്ത് വീണ്ടും റെന്റ് ചെയ്യുന്ന കമ്പനീസ് ഇല്ലേ, അവരുടെ ഇൻകം മെയിൻ ഇൻകം അതല്ലേ ഉണ്ടാവുക? അതെ അപ്പം IAS 40 പ്രകാരം തന്നെ ചെയ്യാം. അതെ അതെ അതെ. ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് വിച്ച് ഇസ് കെപ്റ്റ് ഫോർ ഏണിംഗ് റെൻ്റൽസ് ആണെങ്കിൽ then it is IAS 40. വേറെ ഏതെങ്കിലും PPA ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് വരത്തുള്ളൂ, PPയിലോട്ട് വരത്തുള്ളൂ. ഓക്കെ. സോ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഞാനൊരു പ്രാക്ടിക്കലി ആ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര കോംപ്ലക്സ് ആയിട്ടൊന്നും കാര്യങ്ങൾ വരത്തില്ല. നിങ്ങൾക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് വരുന്നൊരു ഏരിയ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഐഡൻറ്റിഫൈ വെദർ ഇറ്റ്സ് എ ലീസ്, ആ ഒരു പാർട്ട് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ ആ ഒരു IAS 17 നിന്ന് IFRS 16 വന്നപ്പോൾ ആ ചേഞ്ച് കൊണ്ടുവന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ഓൺ ദ FS ആസ് വെൽ ആസ് ഓൺ ദ റേഷ്യോസ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മോർ ഓൺ ദ ബേസ് ഓഫ് കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും വരില്ല. ബട്ട് സബ്സിക്വൻ്റ്ലി മോഡൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സബ്സിക്വൻ്റ്ലി ഇഫ് യു ആർ ഫോളോയിങ് IAS 16 ഒബ്വിയസ്ലി ഇവിടെ എന്ത് വേണ്ടി വരും? അസറ്റിനെ കോസ്റ്റ് മോഡലോ അല്ലെങ്കിൽ ഫെയർ റിവാലുവേഷൻ മോഡലോ ആണെങ്കിൽ നമുക്ക് ആ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിനെ എന്ത് ചെയ്യേണ്ടി വരും? യെസ്, ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും. സോ അറ്റ് ദ ടൈം ഓഫ് ഡിപ്രീസിയേഷൻ വി നീഡ് ടു ദോ ദ ലൈഫ് എത്ര നാൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും? എങ്ങനെയാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ അസറ്റിന് ഒരു യൂസ്ഫുൾ ലൈഫ് കാണും, പിന്നെ നമ്മുടെ ലീസ് പീരീഡും കാണും. അപ്പോൾ ലെസീൻ്റെ ബുക്സിലാണ് ഇപ്പോൾ ഈ അസറ്റ്. അപ്പോൾ ലെസീൻ്റെ ബുക്സിൽ നമ്മുടെ ഇരിക്കുന്ന ഈ അസറ്റിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു ഡിപ്രീഷിയേറ്റ് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ഡിപ്രീസിയേഷൻ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ലീസ് പീരീഡ് എത്ര എന്ന് നോക്കുക, യൂസ്ഫുൾ ലൈഫ് എത്ര എന്ന് നോക്കുക. ലെറ്റ്സ് സേ ലീസ് പീരീഡ് ഈസ് ഫോർ 3 years ആൻഡ് യൂസ്ഫുൾ ലൈഫ് ഈസ് 5. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വർഷം ഡിപ്രീഷിയേറ്റ് ചെയ്യണം? 3 years. യെസ്, 3 years. ബിക്കോസ് അഗെയിൻ ഇറ്റ്സ് വെരി പ്യുവർ ലോജിക് അല്ലേ? അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ ബുക്സിൽ ഞാൻ അസറ്റിനെ 3 വർഷം യൂസ് ചെയ്യുന്നുള്ളൂ. ലെസി ആക്ച്വലി അസറ്റിൻ്റെ ലൈഫ് 5 വർഷമുണ്ട്. സോ അതെനിക്ക് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ അസറ്റിനെ എൻ്റെ ബുക്സിൽ എത്ര വർഷം യൂസ് ചെയ്യുന്നുള്ളൂ? 3 years. ഓക്കെ. സോ ഇത് നമ്മൾ ലൈഫ് ചൂസ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലായിരിക്കണം? വിച്ച് എവർ ഈസ് ലോവർ. ലീസ് പീരീഡ് ആണോ യൂസ്ഫുൾ ലൈഫ് ആണോ, വിച്ച് എവർ ഈസ് ലോവർ എന്ന് നോക്കുക. ആ ലോവർ പീരീഡിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ആ പാർട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിന് സബ്സിക്വൻ്റ്ലി ഡിപ്രീസിയേഷൻ ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന സമയത്ത്
നമുക്ക് എത്ര നാൾ ഡിപ്രീസിയേഷൻ കൊടുക്കണം, ആ പീരീഡ് എത്ര ആയിരിക്കണം, ഷുഡ് ബി ലോവർ ഓഫ് ദ അസറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഓർ ദ ലീസ് പീരീഡ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച സിറ്റുവേഷനാ, ഇഫ് ദ ലെസ്സി ഹാവ് നോ പർച്ചേസ് ഓപ്ഷൻ എന്നുള്ള സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ലെസ്സി ഈ അസറ്റ് പർച്ചേസ് ചെയ്യത്തില്ലെങ്കിലുള്ള സിറ്റുവേഷനാണ്. സപ്പോസ് ലെസ്സി ഈ അസറ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിലോ, ലെസ്സിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടൈം ഈ അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദ ലെസ്സി ഹാവ് ദ റൈറ്റ് ടു പർച്ചേസ് ദിസ് അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ലീസ് പീരീഡ് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലേ. ഇപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്യുവാണ്, ഈ അസറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വി ഡോണ്ട് നീഡ് ടു ലുക്ക് അറ്റ് ദ ലീസ് പീരീഡ്. കാരണം അസറ്റിനെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. സോ എനിവേ ദാറ്റ് അസറ്റ് വിൽ ബി ദെയർ ഇൻ അവർ ബുക്സ് ഫോർ ഇറ്റ്സ് ഓവറോൾ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് ഏതിലായിരിക്കണം? ത്രൂ ഔട്ട് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് ആണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനോട് നോക്കണം കേട്ടോ, വെദർ വി ഹാവ് ദ പർച്ചേസ് ഓപ്ഷൻ ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ പറയും. അത് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നുണ്ടായിരിക്കും. പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ എക്സസൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ യെസ്. ഓക്കെ ആണോ? Any doubts in this part? Subsequent treatment of lease liability, right to use, initial recognition, how to identify a lease. ആ കൺസെപ്ച്വൽ പാർട്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. സോ ഇത് ഞാൻ റെക്കോർഡിങ്സിൽ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ എല്ലാവർക്കും? കാൽക്കുലേഷൻ പാർട്ട് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ റെക്കോർഡിങ്സ് ആസ് വെൽ. അത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും SBR വരത്തില്ല. നമുക്കിവിടെ വരുന്നൊരു ഏരിയ റീഅസസിങ് ലീസ് ലയബിലിറ്റി ആയിരിക്കും. എന്താണ് റീഅസസിങ് ലീസ് ലയബിലിറ്റി? കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ. സോ ആസ് വി ഡിസ്കസ് റീഅസസിങ് ലീസ് ലയബിലിറ്റി. എന്താണ് റീഅസസിങ് ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ഇതിലെ പല ക്യാഷ് ഫ്ലോസും നമുക്ക് ആദ്യം തന്നെ വളരെ സർട്ടൺ ആവാതിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഈ വേരിയബിൾ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ പർച്ചേസ് ഓപ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ടെർമിനേഷൻ പെനാൽറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പം ഇനിഷ്യൽ എസ്റ്റിമേറ്റിൽ തന്നെ നമ്മൾക്ക് ചിലപ്പം സർട്ടൺ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആയിരിക്കത്തില്ല. ഓക്കെ. സോ ഇഫ് ഐ ടേക്ക് ദിസ് അസെറ്റ് ഫോർ 3 year പീരീഡ് ഓഫ് എ ലീസ്, അപ്പോൾ 3 year പീരീഡിലേക്കാണെങ്കിൽ എടുക്കുന്നെങ്കിൽ മേ ബി 1 year കഴിഞ്ഞിട്ടായിരിക്കും ഐ മൈ ബി തിങ്കിങ് അബൌട്ട് ദിസ് പർച്ചേസ് ഓപ്ഷൻ ഓർ അത് വേരിയബിൾ പേയ്മെൻറ്റ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല, കാരണം അന്നേരം ഈ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഓക്കെ. സോ സബ്സിക്വൻ്റ്ലി എന്തെങ്കിലും ഇവൻറ്റ്സ് നടക്കുവാണ്, ദാറ്റ് ഇസ് ഗിവിങ് എ ഹിൻറ്റ് ദാറ്റ് വാട്ട് എവർ വി ഹാവ് എക്സ്പെക്റ്റഡ് അത് മാത്രമല്ല പേ ചെയ്യേണ്ടി വരുന്നത്, അതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരും എന്ന് തോന്നുവാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം മക്കളെ? വി ഹാവ് ടു റീഅസസ് ദ ലീസ് ലയബിലിറ്റി. കാരണം ലയബിലിറ്റി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിച്ചേക്കുന്നത്. ഓക്കെ. സോ എനി ക്യാഷ് ഫ്ലോസ് ദാറ്റ് യു ഹാവ് മിസ്ഡ്, മേ ബി ബിക്കോസ് ആ സമയത്ത് നമുക്ക് സർട്ടൺ ആയിട്ട് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത ക്യാഷ് ഫ്ലോസ് കാണും. ബട്ട് മേ ബി ഒരു 1 yearന് ശേഷം മേ ബി ഡ്യൂ ടു ഇൻഫ്ലേഷൻ ഓർ ദിസ് പർച്ചേസ് ഓപ്ഷൻ നൗ ബിക്കേം പ്രോബബിൾ ദാറ്റ് നൗ വിൽ പർച്ചേസ് ദ അസെറ്റ്, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ അത് കൂട്ടും. അപ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ടു ഇൻക്രീസ് അവർ ലീസ് ലയബിലിറ്റി ഓർ വി ഹാവ് ടു റീഅസസ് അവർ ലീസ് ലയബിലിറ്റി. ഫൈൻ. അപ്പോൾ ഇത് FRൽ ഇല്ലാത്ത പോർഷൻ. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നതൊക്കെ കൂടുതൽ FRൽ അല്ലാത്തതാണ്. സോ FRൽ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് SBR ചോദിക്കാനുള്ള ചാൻസും ഹൈ ആയിരിക്കും അല്ലേ. സോ ഒന്ന് ഫോക്കസ് ചെയ്തോ. അപ്പോൾ റീഅസസിങ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത്, സോ ഇഫ് ചേഞ്ചസ് ടു ലീസ് പേയ്മെൻറ്റ് ഒക്കേഴ്സ്, ലീസ് പേയ്മെൻറ്റ് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണ്, then lease liability must be recalculated and its carrying amount adjusted. ഓക്കെ. വളരെ സിമ്പിളാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോസിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടെങ്കിൽ obviously we have to reassess the lease liability. The corresponding adjust should be posted to right to use of asset as well. That is, let's say നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഓൾറെഡി ബുക്സ് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും ലീസ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണം by 300,
എങ്കിൽ ആ 300 എവിടെ ഇൻക്രീസ് വരണം? ആ 300ന് ഇൻക്രീസ് എവിടെയും വരണം? റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിലും വരണം. ഓക്കെ, അപ്പോൾ ലീസ് ലയബിലിറ്റിയിൽ ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ആ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മുടെ എന്തിനൊരു ചേഞ്ച് വരണം? ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ അവർ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ്. ഓക്കെ ആണോ മക്കളെ? കേൾക്കുന്നുണ്ടോ? കെൻ യു ഹിയർ മീ നൗ? Yes, sir. സോ എപ്പോഴൊക്കെയാണ് ഈ ചേഞ്ച് വരാൻ സാധ്യതയുള്ളത്? ഒന്ന് നമ്മൾ ലീസ് ടേം ചേഞ്ച് ആകുമ്പോൾ, മേ ബി 3 ഇയർ എന്നുള്ളത് മാറ്റിയിട്ട് ചിലപ്പോൾ ഒരു 5 ഇയറിലോട്ടാക്കി. സോ നൗ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ലീസ് ടൈം. ഓക്കെ, ആൻഡ് എൻറ്റിറ്റീസ് അസസ്മെൻറ്റ് ഓഫ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദ അണ്ടർലൈങ് അസറ്റ് ചേഞ്ചസ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ പർച്ചേസ് ഓപ്ഷൻ എടുക്കുകയോ ഇല്ലയോ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസ് ക്ലിയർ ആണോ? Yes, sir. ദെൻ ഇൻ ദ സെയിം വേ ഡിസ്കൗണ്ട് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരാം. മാർക്കറ്റിലുള്ള ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ again that changes might affect your lease liability calculation. So if this cannot be readily determined, the lessor's incremental borrowing rate at the date of reassessment should be used. അപ്പോൾ ദാറ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ടു ദ ലീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓൾട്ടർനേറ്റീവായിട്ട് ബോറോയിങ് റേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ഈ ഇൻക്രിമെൻ്റൽ ബോറോയിങ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? സപ്പോസ് ആ ലീസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയുന്നില്ലെങ്കിൽ, കമ്പനി ഓൾറെഡി ഈ അസറ്റ് ലീസിന് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തായിരുന്നു ഓപ്ഷൻ? ഒരു അസറ്റ് നമുക്ക് ആവശ്യമുണ്ട്, ആ അസറ്റ് നമുക്ക് ലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ എന്തായിരിക്കും ഓപ്ഷൻ മക്കളെ? Purchase. വെരി ഗുഡ്. അപ്പോൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ലീസിന് പോയത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും? ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കും. അപ്പോൾ ആ ലോണിന് നമുക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് വരുമല്ലോ. യെസ്. അപ്പോൾ സപ്പോസ് ഇഫ് യു ഹാവ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇംപ്ലിസിറ്റ് ടു ദ ലീസ്, ഓക്കെ, ആ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പകരം എന്തെടുക്കുക? ഇൻക്രിമെൻ്റൽ ബോറോയിങ് റേറ്റ് എടുക്കുക എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇൻക്രിമെൻ്റൽ ബോറോയിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ്എമ്മിലൊക്കെ പഠിക്കുന്നതാണ്. ആ പർട്ടിക്കുലർ അസറ്റ് നമുക്ക് ലീസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ബൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ബാങ്ക് ലോൺ വെച്ചിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ മണി വിത്ത് അസ്. അപ്പോൾ ആ ബാങ്ക് ലോണിന് വരുന്നൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാൻ? എന്തായിട്ട് യൂസ് ചെയ്യാൻ മക്കളെ? നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സർ, ഇതില് പറഞ്ഞ ഇപ്പോ 5 years ആണ് ലീസ് എങ്കിൽ 5 years ഒരേ റേറ്റിലായിരിക്കുമല്ലോ, അതെ, അങ്ങനെയാണോ ഇത്? അപ്പോ സെക്കൻഡ് ഇയറിലും റേറ്റ് മാറുമ്പോൾ വരുന്ന ചേഞ്ച് എന്നാണോ പറയുന്നത്? ഇപ്പൊ ഫസ്റ്റ് ഇയർ അതെ 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 നമ്മൾ റീഅസസ് ചെയ്യുന്ന സമയത്ത് ഉള്ള റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൺവൈൻഡിങ് ഇൻട്രസ്റ്റ് അല്ലേ അവിടെ വരുള്ളൂ? പ്രസന്റ് വാല്യൂല് റിവൈസ് ഡിസ്കൗണ്ട് റേറ്റ് ഇപ്പൊ 5% to 6% ആകുമ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ കാണിക്കുന്നുള്ളൂ? ഇൻട്രസ്റ്റ് അത് മാത്രമല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് ഇയർ? അതെ അതെ.
അപ്പൊ അത് വരുന്ന ചേഞ്ച് എന്നാണോ റീഅസസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ റീഅസസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റനകത്ത് പറയുന്ന പോലെ റീഅസസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് വരാം, ഡിസ്കൗണ്ട് റേറ്റിലും റിവിഷൻ വരാം. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പീരീഡ് നമ്മളിപ്പോൾ 1 വർഷം കഴിഞ്ഞു, അപ്പോൾ ഇനി 2, 3, 4 വർഷം റിമൈനിങ് ഉണ്ടായിരിക്കും. ആ റിമൈനിങ് പീരീഡിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഫ്ലോസിനെ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പോൾ ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് വി നീഡ് എ റേറ്റ്. അപ്പോൾ ആ റേറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് വരാം, ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പകരം ആ സമയത്ത് എന്തെടുക്കുക, ബോറോയിങ് റേറ്റ് എടുക്കാനാണ് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി ദിസ് എൻഡ് അപ്പ് ടു എ പോയിൻറ്റ് വെയർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ലീസ് ലയബിലിറ്റി ഇല്ലേ, അതിൽ നിന്ന് എന്തായാലും ഒരു ചേഞ്ച് വരും. അപ്പോൾ ആ ചേഞ്ച് വരാൻ 2 റീസൺ ആയിരിക്കും. ഒന്നെങ്കിൽ ക്യാഷ് ലോസിൽ ചേഞ്ച് വരണം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്സിൽ ചേഞ്ച് വരണം. അപ്പോൾ ക്യാഷ് ലോസിൽ ചേഞ്ച് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു ഇൻഫ്ലേഷൻ്റെ, അപ്പോൾ ലീസ് പേയ്മെൻറ്റ് എമൗണ്ട് കൂടാൻ പറയും. ഓർ ഇൻഡെക്സ് റേറ്റ് ഒക്കെ അനുസരിച്ച് മാർക്കറ്റിൽ ലീസ് പേയ്മെൻറ്റ്സ് കൂട്ടി തരാൻ പറയും. ഓർ ആസ് യു ഹാവ് സീൻ ദെയർ മേ ബി ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ലീസ് ടേമിൽ ഒരു ചേഞ്ച് വരാം. 3 years എന്നുള്ളത് ചിലപ്പോൾ 5 years ആവാം. സോ നമ്മുടെ ലയബിലിറ്റി അവിടെ കൂടും. ഓക്കെ, പിന്നെന്താ, ആ പർട്ടിക്കുലർ അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ ഇനിഷ്യലി നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ നമ്മളത് ഡിസിഷൻ എടുത്തു, വി ഹാവ് ടു പർച്ചേസ് ഇറ്റ്. സോ അഗെയിൻ ദാറ്റ് കംസ് ആസ് എ പാർട്ട് ഓഫ് യുവർ ലീസ് ലയബിലിറ്റി. അവിടെയും അത് റീഅസസ് ചെയ്യണം. സോ ഇൻ ദ സെയിം വേ ക്യാഷ് ഫ്ലോസിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ചിലപ്പോൾ എന്തിൽ ചേഞ്ച് വരാം, ഡിസ്കൗണ്ടിങ് റേറ്റിൽ ചേഞ്ച് വരാം. ഓക്കെ, നമ്മൾ ഇനിഷ്യലി എടുത്ത ഡിസ്കൗണ്ട് റേറ്റ് ഇപ്പോൾ 5 ആണ്, പക്ഷേ നമുക്കിപ്പോൾ തോന്നി ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് ബി ഇൻക്രീസ് ടു 6 or 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ അവിടെ വെച്ചേക്കുക. ഇനി റിമൈനിങ് പീരീഡിലേക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, ആ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്ന സമയത്ത് ആ ന്യൂ റേറ്റ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിസ്കൗണ്ട് ചെയ്യാൻ. സോ ഇതിൻ്റെ എല്ലാം എൻഡ് എഫക്റ്റ് എന്തായിരിക്കും, നമ്മുടെ ലീസ് ലയബിലിറ്റിയിൽ ഒരു ചേഞ്ച് വരും. ദാറ്റ് മൈറ്റ് ബി ആൻ ഇൻക്രീസ് ഓർ എ ഡിക്രീസ്. ഓക്കെ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് 2 സിറ്റുവേഷനാണ്, ഫസ്റ്റ് ഇയർ ഓഫ് ദ കോൺട്രാക്റ്റും സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേയും. അങ്ങനെ 2 സിറ്റുവേഷനാണ് തന്നേക്കുന്നത്. ആദ്യത്തെ നമുക്ക് ഫസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്റ്റ് നോക്കാം. So here on 1st January, K company enters into a 4-year lease with an annual lease payment of 1 million payable at the beginning of each year. അപ്പോൾ എല്ലാ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ എന്ത് പേ ചെയ്യണം, ലീസ് പേയ്മെൻറ്റ് പേ ചെയ്യണം. അക്കോർഡിംഗ് ടു ദ കോൺട്രാക്ട്, ലീസ് പേയ്മെൻറ്റ്സ് വിൽ ഇൻക്രീസ് ഇയർ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് പ്രെസീഡിങ് 12 months. അപ്പോൾ മാർക്കറ്റിലുള്ള ഇൻഡെക്സ് റേറ്റിന് മാറുന്നതനുസരിച്ച് എന്തിലൊരു ഇൻക്രീസ് വരും, ലീസ് പേയ്മെൻറ്റ് ഒരു ഇൻക്രീസ് വരും. The consumer price index at the commencement date was 125. ഇൻഡെക്സ് റേറ്റ് എത്രയായിരുന്നു സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ, ഇറ്റ് ഈസ് ഇയർ 0. എത്രയായിരുന്നു മക്കളെ, 125 ആണ്. ബട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ഇയർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എത്രയായി, ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഇയർ 1ൻ്റെ എൻഡിൽ അല്ലേ, ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഇയർ 1ൻ്റെ എൻഡിൽ, ഇയർ 1ൻ്റെ എൻഡിലായപ്പോഴത്തേക്കും ഏകദേശം ഒരു 12 monthsന് ശേഷം ദ പ്രൈസ് ഇൻഡെക്സ് ചേഞ്ച് ടു 140. അപ്പോൾ 125ൽ നിന്ന് 140 പ്രൈസ് ഇൻഡെക്സ് മാറുമ്പം അതനുസരിച്ച് എന്തിനും ഒരു മാറ്റം വരും, മക്കളെ, നമ്മുടെ ലീസ് പേയ്മെൻറ്റിന് ഒരു മാറ്റം വരും അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രൈസിന് ഒരു മാറ്റം വരും. അപ്പോൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ നമ്മളിതൊരു ടൈം ലൈനിൽ വരച്ച് നോക്കുവാണെങ്കിൽ മൊത്തം ഇത് എത്ര വർഷത്തെ ലീസ് പീരീഡ് ആയിരുന്നു, 4 year ലീസ് പീരീഡ് ആണ് അല്ലേ. ആൻഡ് പേയ്മെൻറ്റ്സ് ഹാപ്പനിങ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എവറി പീരീഡ് എന്ന് പറയുന്നുണ്ട്. 0, 1, 2, 3, 4. അപ്പോൾ ക്യാഷ് ഫ്ലോസ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ എന്നോട്ട് തുടങ്ങും, അഡ്വാൻസ് ആണ്. ക്യാഷ് ഫ്ലോസ് ആ സ്റ്റാർട്ടിങ് അറ്റ് ദ ബിഗിനിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അസംപ്ഷൻ വെച്ചിട്ട് ക്യാഷ് ഫ്ലോസ് ബിഗിനിങ് ആകുമ്പം എന്നോട്ടായിരിക്കും ക്യാഷ് ഫ്ലോ പോയി തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇയർ 0, സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇയർ 1, തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇയർ 2, ഫോർത്ത് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇയർ 3. അപ്പോൾ ലിറ്ററലി ക്യാഷ് ഫ്ലോ എന്ന് വരെ ഉള്ളൂ,
തേർഡ് ഇയറിൻ്റെ പീരീഡ് വരെയുള്ളൂ. ഫോർത്ത് ഇയറിൽ വരുമോ ക്യാഷ് ഫ്ലോ? ഇല്ല. അപ്പോൾ ടൈം ലൈനിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? കാരണം FM ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ റൈറ്റ്. എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ സീറോ തിയറി സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ക്ലിയർ അല്ലേ? ആണോ മക്കളെ? Yes, sir. Yes, sir. യെസ്. സോ നൗ ആദ്യം നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് പ്രകാരം അപ്പോൾ സോ അക്കോർഡിംഗ് ടു അവർ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. സോ ഹൗ മച്ച് വിൽ ബി എ ലയബിലിറ്റി? 1 million നമ്മൾ ഓൾറെഡി പേ ചെയ്തു ആദ്യം തന്നെ. അപ്പോൾ അത് ലയബിലിറ്റിയിൽ വരുമോ? ഇല്ല. അപ്പോൾ ലയബിലിറ്റിയിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഈ 3 ക്യാഷ് ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും അല്ലേ? സോ വി നീഡ് ദ ഡിസ്കൗണ്ടിങ് റേറ്റ്. വാട്ട്സ് ദ ഡിസ്കൗണ്ടിങ് റേറ്റ്? 1.4. 1.4. Yeah, 5%. ദ ഇൻക്രിമെൻ്റൽ ബോറോയിങ് റേറ്റ് ഈസ് 5% പെർ ഇയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5% ആണ്. അപ്പോൾ 5%ൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ചേ. ഒന്ന് ചെയ്തേ. സോ 0.952. 9.5. അടുത്ത വർഷത്തെയോ? 0.907. 0.863. സോ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. എന്താ ഫോർമുല? 1 ഡിവൈഡ് ബൈ 1 + 5% റേസ് ടു n അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ക്യാഷ് ഫ്ലോസ് എത്രയാണെന്ന് പറഞ്ഞേ. എത്രയാണെന്ന് പറഞ്ഞേ മക്കളെ? ക്യാഷ് ഫ്ലോസിൻ്റെ വാല്യൂ എത്ര വരും? 0.952 million. 0.952 million, 0.907 million, 0.863 million. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ എസ്റ്റിമേറ്റ്, ഇനിഷ്യൽ എസ്റ്റിമേറ്റ്. സോ ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ഇനിഷ്യൽ എസ്റ്റിമേറ്റ്? ലീസ് ലയബിലിറ്റി ഇനിഷ്യൽ എസ്റ്റിമേറ്റ് എത്രയാണ്? 2.722. 2.722 million. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആണോ? ലീസ് ലയബിലിറ്റി ഇനിഷ്യലി മെഷർ ചെയ്ത് ക്ലിയർ ആണോ മക്കളെ? Yes, sir. സോ നൗ ഇതിൻ്റെ എൻട്രി നമുക്ക് പാസ് ചെയ്യണം. ഡെബിറ്റ് റൈറ്റ് ടു യൂസ്, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി. അപ്പോൾ ലീസ് ലയബിലിറ്റി നിങ്ങൾക്ക് അറിയാം എത്ര വന്നേ? 2.722 million. വാട്ട് അബൌട്ട് റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്? 2.722 ആണോ? അല്ല, കാരണം നമ്മൾ ആദ്യമേ ഒരു 1 million കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 1 million കൂടെ ചേർത്തിട്ട് മൊത്തം എത്ര വരും? 3.722. സോ ബാലൻസ് എമൗണ്ട് എങ്ങോട്ട് പോകും? 1 million നമ്മൾ എന്തായിട്ട് കൊടുത്തു? Cash. ക്യാഷ് കൊടുത്തു. ഓക്കെ ആണോ? Yes, sir. ഓക്കെ. സർ അഡ്വാൻസ് ആയ കാരണം ആദ്യം കൊടുത്ത ഇതിന്റെ പ്രസന്റ് വാല്യൂ അത് നമ്മൾ ചെയ്യണ്ടെന്നല്ലേ പിന്നീടുള്ള അഡ്വാൻസ് ആയത് കാരണം ആദ്യം കൊടുത്തതിൻ്റെ പ്രസന്റ് വാല്യൂ എടുക്കണ്ട, കാരണം നമ്മൾ ലയബിലിറ്റി അല്ലല്ലോ. അതായത് ഇതിലോട്ടേ വരത്തുള്ളൂ. പേടാലോ അല്ലേ? ആ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് ലയബിലിറ്റിയിൽ കാണിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇനി ഇയർ 1ൻ്റെ ഇയർ 0യുടെ സ്റ്റാർട്ടിങ് ആയിരുന്നത് നമ്മുടെ ഇയർ 1 എൻഡ് ആയപ്പോഴത്തേക്കും ഇയർ 1ൻ്റെ ഓപ്പണിംഗ് അപ്പോൾ എത്ര നമ്മുടെ ലീസ് ലയബിലിറ്റി? 2.722 million. അതിലോട്ട് ഇനി എന്ത് വരും? ഇൻട്രസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാം, കാരണം നമ്മൾ ഈ വർഷം ഇനി പേയ്മെൻറ്റ് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇയർ വണ്ണിൻ്റെ ഓപ്പണിങ്ങിൽ ഇപ്പം ഇതാണ് നിന്ന് നിങ്ങളുടെ ലയബിലിറ്റി 2.722 million. ഇനി ഈ വർഷം നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല, അതിൻ്റെ മണ്ടയ്ക്ക് ഇൻട്രസ്റ്റ് മാത്രം വരും 5%. എത്ര നോക്ക്? 0.1361 million.
സോ ക്ലോസിംഗ് വാല്യൂ എത്ര വരുന്നത്? 2.8581 million. ഓക്കെ ആണിത്? Is it clear everyone? Yes, sir. ഓക്കെ. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയർ 1ൻ്റെ സെനാരിയോ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പോൾ ക്ലോസിംഗ് വാല്യൂ എത്ര വന്നു? 2.8581. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർഷത്തെ ഇയർ 2ൻ്റെ ഓപ്പണിംഗ് ആയിട്ട് പോകേണ്ട വാല്യൂ. പക്ഷേ ഈ മൊമെൻറ്റിലാണ് നമുക്ക് മനസ്സിലായ എന്താ, ദർ ഇസ് എ ചേഞ്ച് ഹാപ്പനിങ് ടു ലീസ് പേയ്മെൻറ്റ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല എന്ത് വരുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ലീസ് പേയ്മെൻറ്റ് ഇനി അങ്ങോട്ട് വരുന്നത്. 1 million വെച്ചിട്ടാണോ വരുന്നത്? അല്ല. 1 million ഇൻഡെക്സ് എത്ര ആയിരുന്നപ്പോഴായിരുന്നു? 125 ആയിരുന്നപ്പോഴാണ്. ഇനിയും തൊട്ട് ഇൻഡെക്സ് എത്ര ആവും? 140 ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് റിമൈനിങ് ഇനിയും പേ ചെയ്യാനുള്ള പേയ്മെൻറ്റ്. സോ റൈറ്റ് നൗ വി ആർ അറ്റ് ഇയർ 2, ഇയർ 3, ഇയർ 4. സോ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇയർ 2ൻ്റെ ഓപ്പണിങ്ങിൽ വി എക്സ്പെക്ട് ദാറ്റ് വി ഹാവ് ടു പേ 1 million. പക്ഷേ 1 millionൽ നിന്ന് അത് മാറും. എത്രയാണ്? 1 millionൽ നിന്ന് ഇൻഡെക്സ് റേറ്റ് 140 ആയി. സോ അതിലോട്ട് നമ്മൾ അതിനെ ഫ്ലെക്സ് ചെയ്യണം. സോ ഹൗ മച്ച് ഇറ്റ് വിൽ ബി ദ വാല്യൂ? ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 million വരെ എത്ര പേ ചെയ്യേണ്ടി വരും നോക്കിയേ. 1 × 140 ഡിവൈഡഡ് ബൈ 125 എത്ര വരുന്നത്? 1.12 million, 1.12 million, 1.12 million. സോ ഇതാണ് നമ്മുടെ 3 റിമൈനിങ് പേയ്മെൻറ്റ്സ്. ദിസ് ആർ ദ 3 റിമൈനിങ് പേയ്മെൻറ്റ്സ്. ഓൾറെഡി ഒരു വർഷത്തെ കൊടുത്തു. ഇനി 3 റിമൈനിങ് പേയ്മെൻറ്റ്സ് ഇതൊക്കെയാണ്. സോ ആ റിമൈനിങ് പേയ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീഅസസ് അവർ ലീസ് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ റേറ്റ്സിനൊന്നും വ്യത്യാസമില്ല, കാരണം അതിനെ പറ്റിയിട്ടൊന്നും ക്വസ്റ്റൻ അതിൽ പറയുന്നില്ല. ആകെ ചേഞ്ച് എന്തിനാണ് വന്നത്? ആ 3 റിമൈനിങ് പേയ്മെൻറ്റ്സിൻ്റെ വാല്യൂസിനാണ് ചേഞ്ചസ് വന്നത്. ഓക്കെ. സോ ആ റിമൈനിങ് പേയ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ റീഅസസ് ചെയ്യുകയാണ്, നമ്മൾ ലീസ് ലെവലിൽ റീഅസസ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ റീഅസസ് ചെയ്യും? സോ വി നോ ദാറ്റ് വി ആർ ഓൾറെഡി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1 അല്ലെങ്കിൽ ഇയർ 2ൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തി. സോ ഇമീഡിയറ്റ്ലി ആദ്യം തന്നെ നമ്മൾ എത്ര പേ ചെയ്യണം? ഇയർ 2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എത്ര പേ ചെയ്യണം മക്കളെ? 1 million പകരം 1.12 million പേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹൗ മച്ച്? 1.12 million ഇറ്റ്സെൽഫ്. അവിടെ പിന്നെ അതിൻ്റെ മാറ്റമൊന്നുമില്ല. ഇനി അടുത്തത് ഇയർ 3യുടെ സ്റ്റാർട്ടിങ്ങിൽ എത്ര പേ ചെയ്യേണ്ടി വരും? 1.12 million പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇയർ 1ൽ നിന്ന് നോക്കുമ്പോൾ ഇയർ 3യുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്ര മാസം ദൂരമുണ്ട്? ഹൗ മെനി ഇയേഴ്സ് ഗ്യാപ്പ് ഇസ് ദെയർ? ഇയർ 1ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇയർ 3ൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്ര നാളത്തെ ഗ്യാപ്പ് വ്യത്യാസമുണ്ട് മക്കളെ? യെസ്, 1 year. അപ്പോൾ നമ്മളതിനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പം ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ എന്ത് മാത്രം എടുത്താൽ മതി? ഫസ്റ്റ് ഇയർ എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയായിരുന്നു? 0.95. യെസ്, വി ഓൾറെഡി നീഡ് ടു ഡിസ്കൗണ്ട് ഇറ്റ് ഫോർ 1 year. സോ 0.952 എടുക്കുക. ദെൻ 1.12 million which is going to paid in the 4th year starting. 4th year starting എന്ന് പറയുമ്പം എത്ര മാസത്തിൻ്റെ വ്യത്യാസമുണ്ട്? അല്ല, ഇയർ 2ൽ നിന്ന് ഇയർ 4ൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്ര മാസം വ്യത്യാസമുണ്ട്? ഇയർ 2ൻ്റെ സ്റ്റാർട്ടിങ് എന്നിട്ടാണ് നമ്മൾ റീഅസസ് ചെയ്യുന്നത്. വി ആർ റീഅസസിങ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഇയർ 2. ഓക്കെ. അപ്പോൾ 1.12 million അപ്പം തന്നെ പേ ചെയ്യും. അതിന് പ്രസന്റ് വാല്യൂ അത് തന്നെയാണ്. 1.12 million ഓഫ് ഇയർ 3 ഒരു വർഷം കഴിഞ്ഞിട്ട്. 1.12 million ഓഫ് ഇയർ 4 എത്ര ഗ്യാപ്പ് ഉണ്ട്? 2 years ഗ്യാപ്പ് ഉണ്ട്. സോ എത്ര ഡിസ്കൗണ്ടിങ് റേറ്റ് വരുന്നത്? 0.907. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തേ എത്ര വരും?
1.066 million. പിന്നെ 1.0158. ഓക്കെ. സോ ഇതാണ് നമ്മുടെ പുതിയ റീഅസസ്ഡ് റിമൈനിങ് പേയ്മെൻറ്റ്സിൻ്റെ റീഅസസ്ഡ് പ്രസൻറ്റ് വാല്യൂ. സോ അത് മൂന്നൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര നോക്കിയേ? റീഅസസ്ഡ് ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ എത്ര വരും മക്കളെ? 1.12 പ്ലസ് 1.066 പ്ലസ് 1.0158. അപ്പോൾ ഈ മൂന്ന് ക്യാഷ് ഫ്ലോസൂടെ റീഅസസ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും നോക്കിയ വാല്യൂ? 3.202. എത്രയാണ്? 3.201. ഏകദേശം ഒരു വാല്യൂ ഇത് തന്നെയാണോ കിട്ടിയേ? ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ബുക്സ് പ്രകാരം ക്ലോസിങ്ങിൽ 2.8581 വന്നുള്ളൂ, അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ എത്രയേ വരത്തുള്ളൂ? 2.8581. കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് എല്ലാ വർഷവും എത്ര വരുമെന്ന് വെച്ചിട്ടാ, റിമൈനിങ് പേയ്മെൻറ്റ്സ് എത്ര ആയിരിക്കും എന്നായിരുന്നു നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ്, 1 million വെച്ചിട്ട്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 1 million പകരം റിമൈനിങ് പേയ്മെൻറ്റ്സ് എത്ര വെച്ചിട്ട് വരും? It will increase from 1 million to 1.12 million because of the changes happened in the market index. അപ്പോൾ അതെങ്ങനെ ഫ്ലെക്സ് ചെയ്തു എന്നുള്ളത് മനസ്സിലായല്ലോ. 1 million അതിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് 1.12 million ആക്കിയത് ക്ലിയർ ആണോ? കാൽക്കുലേഷൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻക്രീസ് ഇൻ ദ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്തിലും ഒരു ചേഞ്ച് വരും, ലീസ് ലയബിലിറ്റിയിലും ചേഞ്ച് വരും. സോ നമ്മളതെങ്ങനെ ചെയ്തു? റിമൈനിങ് 3 പേയ്മെൻ്റ് ഉണ്ട്, ആ 3 പേയ്മെൻറ്റിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നമ്മൾ എടുത്തു. അപ്പോൾ അതിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇയർ 2 സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇയർ 2 സ്റ്റാർട്ടിങ്ങിൽ എത്തിക്കഴിഞ്ഞു. സോ അവിടെ പ്രസൻറ്റ് വാല്യൂ ദർ വോണ്ട് ബി എനി ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ 1.2 million അതേപോലെ തന്നെ എടുത്തത്. ഇനിയും ഇയർ 2 സ്റ്റാർട്ടിങ്ങിൽ നോക്കുമ്പോൾ ഇയർ 3 സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു 1 year ഗ്യാപ്പ് ഉണ്ട്. സോ വി ഡിസ്കൗണ്ടഡ് ഇറ്റ് ഫോർ 1 year. ദ സെയിം വേ ഇയർ 4 സ്റ്റാർട്ടിങ്ങിലേക്ക് 2 years ഡിഫറൻസ് ഉണ്ട്. സോ വി ഡിസ്കൗണ്ട് ഇറ്റ് ഫോർ 2 years. സോ അത് വെച്ച് നമ്മൾ റീഅസസ് ചെയ്തു ലീസ് ലയബിലിറ്റി. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ലീസ് ലയബിലിറ്റി അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ മാർക്കറ്റ് ഇൻഡെക്സ് ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ് ടു 3.201 million. പക്ഷേ നമ്മുടെ ബുക്സിലുള്ള ക്യാരിങ് വാല്യൂ എത്രയാണ്? നമ്മുടെ ബുക്സ് പ്രകാരം ഇനിഷ്യൽ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ലീസ് ലയബിലിറ്റിയുടെ ക്യാരിങ് വാല്യൂ എത്രയേ ഉള്ളൂ? 3.201. സോ ദർ ഇസ് എൻ ഇൻക്രീസ്. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് എന്ന് പറഞ്ഞേ? 2.581 ആണ്. എത്രയാണ്? യെസ്, 2.8581 നിന്ന് എത്രയിലേക്ക് കൂടി? 3.201 million കൂടി. സോ വാട്ട്സ് ദ ഇൻക്രീസ്? ഇൻക്രീസ് വന്ന എത്ര മക്കളെ? 0.3429 ആണോ? ഓക്കെ. സോ അതിൻ്റെ എൻട്രി എങ്ങനെ ആയിരിക്കും വരുന്നത്? ഡെബിറ്റ് 3.429 million, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി 3.429 million അല്ലേ? അതല്ലേ വരുന്ന ഇൻക്രീസ്? ഓക്കെ. സോ ദാറ്റ് ഇൻക്രീസ് ഷുഡ് ഹാപ്പൻ ടു റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്. ആ ഇൻക്രീസ് റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റിലും വരണം, ലീസ് ലയബിലിറ്റിയിലും വരണം. ഓക്കെ ആണോ? It will go to right to use of asset and lease liability.
അപ്പോൾ നമ്മുടെ ഇയർ 2 കേസിൽ നോക്കുവാണെങ്കിൽ ഇയർ 2 ഓപ്പണിംഗ് വാല്യൂ ഇപ്പോൾ എത്രയായി? 3.201 million ആണ്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് പേ ചെയ്യും? ഇയർ 2 ആദ്യം തന്നെ നമ്മൾ എത്ര പേ ചെയ്യും അഡ്വാൻസ് ആയിട്ട്? 1.12 million പേ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ഉണ്ട്? ബാക്കി റിമൈനിങ് ലയബിലിറ്റി എത്ര ഉണ്ട് മക്കളെ? 2.081. സോ അതിൻ്റെ കൂടെ നമ്മൾ ഇനി ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യും, വിച്ച് ഈസ് 5%. സോ ഹൗ മച്ച് ഇറ്റ് ഈസ്? 0.104. സോ ക്ലോസിങ് എത്ര ആയിരിക്കും? Closing will be 2.185 million. Okay ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? അപ്പോൾ ആ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് കണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് റീഅസസ് ചെയ്യേണ്ടി വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ട് റീഅസസ് ചെയ്യേണ്ടി വന്നത്? മാർക്കറ്റ് ഇൻഡെക്സ് മാറിയോണ്ട്. അപ്പോൾ അങ്ങനെ റീഅസസ് ചെയ്യുമ്പോൾ ലീസ് ലയബിലിറ്റി ചിലപ്പോൾ കൂടാം കുറയാം. അതിൻ്റെ ഇമ്പാക്റ്റ് ലീസ് ലയബിലിറ്റിയിലും കൊടുക്കണം, റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്സിലും വരണം. So this portion is something new in our SBR syllabus. So അതെന്ത് എന്തായാലും പഠിച്ചിരിക്കുക, കാരണം FR ഇല്ലാത്തൊരു ഏരിയ ആണ്. We have seen in past papers they are testing this part. ഈ ഒരു കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്സ്? ഈ ഒരു പാർട്ടിൽ കാൽക്കുലേഷൻ വരാടാ, ഈ ഒരു പാർട്ടിൽ. കാരണം ഈ റീഅസസ് ചെയ്യുന്നത് നമ്മൾ ഇത്തിരി കറക്റ്റായിട്ട് ആ ടൈം ലൈനൊക്കെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. അപ്പോൾ അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം FRനേക്കാളും നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണിത്. അപ്പോൾ റീഅസസ്മെൻ്റ് കേസ് എന്തായാലും കാൽക്കുലേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടുന്ന് ചോദിക്കുവാണെങ്കിൽ ദേ വിൽ ആസ്ക് ടു ഡു ദ കാൽക്കുലേഷൻ. ഓക്കെ ഫൈൻ. അപ്പോൾ ലെസീൻ്റെ കേസാണ് നമ്മൾ പഠിച്ചത്, ഹൗ ടു ഡീൽ വിത്ത് ലീസ് ആൻഡ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. ഇനിയും ലെസി അവരുടെ ഡിസ്ക്ലോഷർ നോട്ട്സിൽ എന്തൊക്കെ കൊടുക്കണം, എന്തിനെ പറ്റിയിട്ടൊക്കെ പറയണം നോക്കിയേ. ദേ ഹാവ് ടു മെൻഷൻ അബൌട്ട് ദ ഡിപ്രീസിയേഷൻ ചാർജസ്, ദ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഓൺ ദ ലീസ് ലയബിലിറ്റി ആൻഡ് എനി അസംഷൻസ്. സോ വി നോ ദാറ്റ് നോർമലി ലീസിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പഠിച്ചു. ലീസിൽ തന്നെ 2 എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഈ IFRS 16 2 എക്സംഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും ഈ പറയുന്ന ഡെബിറ്റ്, റൈറ്റ്, യൂസ് ഓഫ് അസറ്റ്, ലീസ് ലയബിലിറ്റി ഇതൊക്കെ ഇത്തിരി കോംപ്ലെക്സ് പ്രോസസ്സാണ്. ഇതെല്ലാ ലീസ് ടേംസിലും കാണണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനി എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ ലീസ്ഡ് അസറ്റ് ആണ്, പക്ഷേ നമുക്ക് അവിടെ ചിലപ്പോൾ ഈ എൻട്രി ഒന്നും കാണാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. അവിടെ എന്തുകൊണ്ടാണ് എൻട്രി കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ IFRS 16 തന്നെ 2 എസംഷൻ കൊടുത്തിട്ടുണ്ട് ഈ ലീസിന്. ദാറ്റ് ഈസ് അവിടെ ഈ പ്രോപ്പർട്ടീസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല, എസ്പെഷ്യലി ഇൻ 2 സിറ്റുവേഷൻസ്. എന്തൊക്കെയാണ്? ലോ വാല്യൂ ലീസും ഷോർട്ട് ടേം ലീസും. ഇപ്പോൾ ലോ വാല്യൂ ലീസിൻ്റെയും ഷോർട്ട് ടേം ലീസിൻ്റെയും കേസിൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? IFRS 16 റൂൾസ് ആപ്ലിക്കബിൾ അല്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ എന്താണ് ലോ വാല്യൂ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ വളരെ ഒരു വലിയ ബിസിനസ്സിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ പ്രിൻറ്റേഴ്സ്, അതൊക്കെ അവരുടെ ബുക്സിന് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലോ വാല്യൂ ആയിട്ടുമായിരിക്കും. സോ അങ്ങനത്തെ ചെറിയ അസറ്റ്സിനൊന്നും എന്ത് ആപ്ലിക്കബിൾ അല്ല? അപ്പോൾ IFRS 16 ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ആനുവലി കൊടുക്കുന്ന ആ ഒരു റെൻ്റ് എന്താണോ, റിലീസ് റെൻ്റ് എന്താണോ, ആനുവൽ റെൻ്റ് നമ്മൾ SOPL അപ്പോൾ എന്തായിട്ട് കാണിച്ചാൽ മതി? എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്താൽ മതി. വി ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് എ ലയബിലിറ്റി ദെയർ. ഓക്കെ, എന്താണോ നിങ്ങൾ ആനുവലി പേ ചെയ്യുന്ന ലീസ് റെൻ്റൽസ് ഫോർ ദോസ് അസറ്റ്സ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഷോ ഇറ്റ് ലൈക്ക് എ റെൻ്റൽ എക്സ്പെൻസ്. ദ സെയിം വേ ഷോർട്ട് ടേം ലീസ്. ഷോർട്ട് ടേം ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 12 months കുറവാണ്. ഇഫ് ദ ലീസ് ടൈം ഈസ് ലെസ് ദാൻ 12 months. സോ അവിടെയും നമ്മൾക്ക് ഈ പറയുന്ന റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്, ലീസ് ലയബിലിറ്റി അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ആ ലീസിൻ്റെ റെൻറ്റിനെ എന്തായിട്ട് കാണിച്ചാൽ മതി? എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ?
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ലീസിൻ്റെ ഒരു എസംഷനാണ്. സോ ഈവൻ അങ്ങനെ എന്തെങ്കിലും എസംഷൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പറയുക. ദെൻ ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ ലീസ്ഡ് അസെറ്റ്, റൈറ്റ് ഓഫ് യൂസിൻ്റെ അഡീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണം. ദ ക്യാരിങ് എമൗണ്ട് ഓഫ് റൈറ്റ് ടു യൂസ് ആൻഡ് ദ മെച്യൂരിറ്റി അനാലിസിസ് ഓഫ് ലീസ് ലയബിലിറ്റി, ദറ്റ് ഈസ് എത്ര നാളായി, ഹൗ മച്ച് ഇയേഴ്സ് ദ ലീസ് ലയബിലിറ്റി ഹാവ് ബീൻ ടേക്കൺ, അതിൻ്റെ മെച്യൂരിറ്റി ഇയേഴ്സ്, ഇറ്റ്സ് ബീൻ 2 years 3 years, ആ ഒരു മെച്യൂരിറ്റി അനാലിസിസ് നടത്തണം. അപ്പോൾ ഇത്രയാണ് ലെസീൻ്റെ ബുക്സിൽ നമ്മൾ കൊടുക്കേണ്ട ഡിസ്ക്ലോഷർ വിത്ത് റെസ്പെക്ട് ടു ലീസ് ആസ് പെർ IFRS 16. സോ ആ ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. So now in SBR, apart from the lessee, we have to discuss about lessor as well. So lessorന്റെ situation എന്താണ്? For lessor, the treatment is actually much similar to our previous standard, which is IAS 17. ഇപ്പോൾ ലെസറിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. IAS 17ൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് ലെസറിൽ 2 ടൈപ്പ് ലീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫൈനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും. അപ്പോൾ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ്സിക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റാൻഷ്യലി എല്ലാ റിസ്ക്കും റിവാർഡ്സും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ലെസറിൻ്റെ ബുക്സിൽ, ദാറ്റ് ഈസ് ഓണറിൻ്റെ ബുക്സിൽ അതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്തായിട്ടായിരിക്കും? ഫൈനാൻസ് ലീസ് എന്നുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഫൈനാൻസ് ലീസ് ആയിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ലീസ് ഡസ് നോട്ട് ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓവർ റിസ്ക് ആൻഡ് റിവാർഡ്സ്, എങ്കിൽ ആ ഓണർ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എന്തായിട്ട് ട്രീറ്റ് ചെയ്യും മക്കളെ? ഓപ്പറേറ്റിംഗ് ലീസായിട്ട് ട്രീറ്റ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പോൾ ലെസറിൻ്റെ ബുക്സിൽ ലെസറിന് 2 ഓപ്ഷൻ ഉണ്ട്. പഴയ ഓപ്ഷൻസ് ഇപ്പം ലെസറിന് അവൈലബിൾ ആണ്. കാരണം ലെസറിൻ്റെ കേസിൽ ഈ പറയുന്ന മാനിപ്പുലേഷൻസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ആ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ ലെസറിന് ഫസ്റ്റ് സിറ്റുവേഷൻ എടുക്കാം. ഫൈനാൻസ് ലീസ്. എന്താണ് ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് മക്കളെ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെസർ ഇവിടെ ലീസിന് കൊടുക്കുന്ന സമയത്ത് ആ അണ്ടർലൈയിങ് അസറ്റിൻ്റെ കംപ്ലീറ്റ് റിസ്ക് ആൻഡ് റിവാർഡ്സും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആ അസറ്റിൻ്റെ മണ്ടേ കൺട്രോൾ ഉണ്ടോ? അണ്ടർലൈയിങ് അസറ്റിൻ്റെ ഫുൾ റിസ്ക് ആൻഡ് റിവാർഡ്സും ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ലിറ്ററലി കൺട്രോൾ നഷ്ടപ്പെട്ടു. കൺട്രോൾ നഷ്ടപ്പെട്ടൊരു അസറ്റിനെ പിന്നെ നമ്മുടെ ബുക്സിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈസിയാണ് ട്രീറ്റ്മെൻറ്റ്. അസറ്റിനെ ഡീറെക്കഗ്നൈസ് ചെയ്യുക. ക്രെഡിറ്റ് അസറ്റ്. നൗ ഇനി ഡെബിറ്റിൽ എന്തായിരിക്കും? ഈ പറയുന്ന ലീസിന് കൊടുക്കുന്നത് കാരണം നമുക്കിവിടെ എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ലീസ് പേയ്മെൻറ്റ്സ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്കത് ലീസ് റെസീപ്റ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് റെസീവബിൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലയബിലിറ്റി അല്ല, പകരം ഒരു അസറ്റാണ്. എന്താണ് അസറ്റ്? വിച്ച് ഈസ് ദ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലീസ് റിസീവബിൾ. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇറ്റ്? നേരെ ഓപ്പോസിറ്റ്. ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ വാല്യൂ തന്നെ ഇവിടെ എന്തായിട്ട് വരും? അസറ്റായിട്ട് വരും. അപ്പോൾ ലീസ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം ലെസറിൻ്റെ കേസിലാണ് അതൊരു അസറ്റ്. ലെസീൻ്റെ കേസിൽ നമുക്കറിയാം അത് ലയബിലിറ്റിയാണ്. ബിക്കോസ് ലെസി ഈസ് ഹാവിങ് എൻ ഒബ്ലിഗേഷൻ ടു മേക്ക് ദിസ് പേയ്മെൻറ്റ്. പക്ഷേ ലെസറിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എന്താ? ലെസർ ഈസ് ഹാവിങ് ദ റൈറ്റ്സ് ടു ഗെറ്റ് ദിസ് പേയ്മെൻറ്റ്. അപ്പോൾ ലെസറിന് അതൊരു ഫൈനാൻഷ്യൽ അസറ്റാണ്. സോ ആ നമ്മളവിടെ ഇനിഷ്യൽ മെഷർമെൻറ്റ് ഓഫ് ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത ആ വാല്യൂ ഇവിടെ വരുമ്പോൾ അതെന്തായിരിക്കും? ഒരു അസറ്റായിരിക്കും. ദെൻ എന്താണോ നമ്മുടെ ബുക്സിൽ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കാണിച്ചിരുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ഫൈനാൻസ് ലീസ് ഇൻ ദ ബുക്സ് ഓഫ് അവർ ലെസർ. ഇപ്പോൾ ലെസറിൻ്റെ ബുക്സിലാണെങ്കിൽ ഇതായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ക്വസ്റ്റിനകത്ത് നമുക്കിപ്പോൾ കാണാം ലെസറിന് അറിയാം ഈവൻ ദോ കൺട്രോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നുള്ളത്. എന്നാലും ലെസർ എന്ത് ചെയ്യും? ഇതിനെ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് പോലെ കാണിക്കും. ഓപ്പറേറ്റിംഗ് ലീസ് കാണിക്കുക എന്ന് പറയുമ്പം
ജസ്റ്റ് ലൈക്ക് എ നോർമൽ റെൻറ്റ്. കൺട്രോൾ ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ജസ്റ്റ് റെൻറ്റിന് ഒരു സ്പേസ് കൊടുത്തേക്കുന്നു. അപ്പോൾ ഹി ക്യാൻ കണ്ടിന്യൂ ടു ഷോ ദാറ്റ് അസറ്റ് ഇൻ അവർ ബുക്സ്. അതപ്പോൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ? അല്ല. ദാറ്റ് ഈസ് ഇൻ എ വേ ഈസ് ടു ഓവർ സ്റ്റേറ്റ് അവർ അസറ്റ്സ്. നമ്മൾക്ക് ഇല്ലാത്ത അസറ്റിനെ ഓവർ സ്റ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ. അപ്പോൾ ലീഗലി ഓണർഷിപ്പ് ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ മിസ്റ്റേക്ക്. അപ്പോൾ ഫൈനാൻസ് ലീസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഹാവ് ടു ഡീറെക്കഗ്നൈസ് ദാറ്റ് അസറ്റ് ഫ്രം അവർ ബുക്സ് എന്നാണ് ആര് പറയുന്നത്? സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? Yes, sir. Can you reply in the chat? ഇതൊക്കെയാണോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഫൈനാൻസ് ലീസ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? റിസ്ക് ആൻഡ് റിവാർഡ്സ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പക്ഷേ ആ റിസ്ക് ആൻഡ് റിവാർഡ്സ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫൈനാൻസ് ലീസ് തന്നെ ആണോ ഇതെന്നറിയാൻ വി ഹാവ് ഗോട്ട് സം ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ. ഫസ്റ്റ് വൺ, ദ ലെസ്സി. ലെസ്സി എന്ന് പറയുന്ന ആരാ? കസ്റ്റമർ. നമ്മളിപ്പോൾ ലെസറാണേ, നമ്മളിപ്പോൾ ലെസറിലേക്ക് എത്തി, വി ആർ ദ ഓണർ. അപ്പോൾ നോക്കുക, ഈ ലീസിന് എടുക്കുന്ന ആൾക്ക്, കസ്റ്റമറിന് ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദിസ് അസെറ്റ് ഫോർ ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ദ ഓപ്ഷൻ ബിക്കം എക്സസൈസബിൾ. എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എ ലെസർ ഞാനിപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ലെസ്സിക്ക് ഈ അസറ്റ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ഈസ് പ്രോബബിൾ ദാറ്റ് ലെസ്സി വിൽ എക്സസൈസ് ഇറ്റ്. ഓക്കെ, ലെസ്സി അത് എക്സസൈസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ആൻഡ് ഈവൻ ഇഫ് ഈ എക്സസൈസ് ഇറ്റ്, അത് വാങ്ങുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് കുറഞ്ഞ റേറ്റിലായിരിക്കും ഞാൻ അത് വിൽക്കുന്നത്. കാരണം ഏതായാലും ഇപ്പോൾ എനിക്ക് മാർക്കറ്റ് റേറ്റ് ഒന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല, ബിക്കോസ് ഹി ഹാസ് ബീൻ യൂസിങ് ദിസ് അസറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അവനൊരു ബെനിഫിറ്റ് ആയി, നമുക്ക് ഓൾറെഡി അതിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ ത്രൂ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി കൺട്രോള് ലെസ്സിയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ലെസ്സി അത് വാങ്ങാനുള്ള ചാൻസ് ഹൈ ആണെങ്കിൽ. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? ആ ഫസ്റ്റ് ക്രൈറ്റീരിയ ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. Yes, sir. ഓക്കെ, ഇനി സെക്കൻഡ് ക്രൈറ്റീരിയ എന്താ? ദ ലീസ് ടേം ഇൻക്ലൂഡിങ് എനി സെക്കൻഡറി പീരീഡ് ഈസ് ഫോർ ദ മേജർ പാർട്ട് ഓഫ് ദ അസറ്റ്സ് എക്കണോമിക് ലൈഫ്. അപ്പോൾ നമ്മളിപ്പോൾ അസറ്റിനെ ലീസിന് എടുക്കുന്നത്, അസറ്റിൻ്റെ ഒരു ലൈഫ് ആക്ച്വലി ഒരു 10 വർഷമാണ്. നമ്മൾ ഇൻക്ലൂഡിങ് സെക്കൻഡറി പീരീഡ്. സെക്കൻഡറി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ലീസ് പീരീഡ് തന്നിട്ടുണ്ടായിരിക്കും. ആ ലീസ് പീരീഡ് കൂടാതെ, ഓക്കെ, ആ ലീസ് പീരീഡ് കൂടാതെ സെക്കൻഡറി പീരീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്റ്റൻഷനുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ നിങ്ങൾ എടുക്കുമെന്ന് വെച്ചോ. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈ 10 വർഷം ലൈഫുള്ള അസറ്റിൻ്റെ ഒരു 8 to 9 years, ദറ്റ് ഈസ് മേജർ പാർട്ട് ഓഫ് ദ എക്കണോമിക് ലൈഫും ലെസ്സിക്ക് നമ്മൾ കൊടുത്തു ലീസ് എടുക്കാൻ. ലെസ്സിക്ക് നമ്മൾ ലീസിന് കൊടുത്തിട്ടുണ്ട് ഈ അസറ്റ്. അങ്ങനെയാണെങ്കിൽ അതും എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? ഇതൊരു ഫൈനാൻസ് ലീസ് ആണെന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതെല്ലാം ലിറ്ററലി കൊണ്ടുപോകുന്ന ഏത് സിറ്റുവേഷനിലേക്കാണ്? ആ കൺട്രോൾ ട്രാൻസ്ഫർ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതെല്ലാം. ഇസ് ക്ലിയർ എവരി വൺ? അപ്പോൾ ഈ 2 പോയിന്റ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ക്വസ്റ്റിനകത്ത് ഒരുമിച്ച് വരണമെന്നില്ല, കാരണം ദീസ് ആർ നോട്ട് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയാസ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ക്രൈറ്റീരിയ അല്ല, ദീസ് ആർ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ കൺഫേം അസ്, വി ക്യാൻ കൺഫേം ദാറ്റ് ഓക്കെ അവിടെ ഇതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അവിടെ കിട്ടുവാണ്. ഇസ് ക്ലിയർ ഗൈസ്? ഫസ്റ്റ് 2 പോയിന്റ്സ് ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. അറ്റ് ദ ഇൻസെപ്ഷൻ ഓഫ് ലീസ്, ദാറ്റ് ഈസ് ലീസ് തുടങ്ങുന്ന ദിവസം ലെസ്സി നമുക്ക് തരാൻ പോകുന്ന പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എടുക്കും. പ്രസൻറ്റ് വാല്യൂ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ആ അസറ്റിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കാണും. ആ മാർക്കറ്റ് വാല്യൂന് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എങ്കിൽ, സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു ഹാവ് സോൾഡ് ദ അസറ്റ് അല്ലേ. അപ്പോൾ അസറ്റ് വിറ്റാൽ എത്ര രൂപ കിട്ടുമോ ആ പൈസ തന്നെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇനി അവരുടെ നിന്ന് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു ഹാവ് ഗിവൺ ദ അസറ്റ് ഫോർ ദം. അത്രയും വർഷം നിങ്ങൾ അസറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ആ അസറ്റിൻ്റെ പൈസ തന്നെ നിങ്ങൾ കളക്ട് ചെയ്തെടുത്തത് ത്രൂ ലീസ് പേയ്മെൻറ്റ്. അപ്പോൾ ആ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ് പ്രസൻറ്റ് വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലീസ് പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവർ സബ്സ്റ്റാൻഷ്യലി ഈക്വൽ ടു ദ ഫെയർ വാല്യൂ ഓഫ് അവർ ലീസ്ഡ് അസറ്റ് എങ്കിൽ അതും എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? ഇതൊരു
ഫൈനാൻസ് ലീസ് ആണെന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇറ്റ്സ് ക്ലിയർ എവരി വൺ? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ? ആ ഒരു ഓപ്ഷൻ ക്ലിയർ ആണോടാ? Yes, sir. Okay. Now, the assets are of a specialized nature so that only the lessee can use them without major modification. ഓക്കെ, ഇപ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചില വലിയ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യേണ്ട കമ്പനീസ് ആണെങ്കിൽ ദേ വോണ്ട് പർച്ചേസ് ഇറ്റ്. പകരം ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ അവർ ലീസിനായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വലിയ ബൾക്ക് എമൗണ്ട് ഓഫ് ക്യാഷ് അവിടെ പോകത്തില്ല. ഓക്കെ, മറ്റേ കമ്പനിക്കും ആനുവലി ഒരു പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കും അറിയാം, അല്ലാതെ ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് ഒരിക്കലും വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് ക്യാഷ് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അവരും എന്തിനു റെഡിയാവും, അസറ്റ് ആ കസ്റ്റമറിന് വേണ്ട രീതിയിൽ സ്പെസിഫിക്കലി അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നതിന്. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ആ കസ്റ്റമറിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. ബട്ട് ഒരു EMI പോലെ, EMI ഓപ്ഷൻ്റെ പകരം എന്ത് ചെയ്യുന്നു, ഒരു ലീസ് പേയ്മെൻറ്റ് പോലെ അത് കളക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അസറ്റ് ഡെഫിനറ്റ്ലി ഫോർ കസ്റ്റമറാണ്. ശരിക്കും അത് ഈ കസ്റ്റമറിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെഷീനറി. ലെറ്റ്സ് സേ ഇപ്പോൾ നമ്മൾ ഈ റോഡിലൊക്കെ സൈഡിൽ നടക്കുന്ന ഫുട്പാത്തിലൊക്കെ ഈ ഇടുന്ന ടൈലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ടൈലൊക്കെ ഉണ്ടാക്കുന്ന ഈ മെഷീനറി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് കോസ്റ്റിംഗ് ഹ്യൂജ്. മേ ബി ഒരു 6 crore to 10 crore ഒക്കെ ആയിരിക്കും ഒരു പർട്ടിക്കുലർ മെഷീനറിക്ക്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടോ നമുക്കറിയാം. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അത്രയും വലിയ അസറ്റ് അവർ വാങ്ങിച്ചു വെക്കത്തില്ല. വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി അൺസർട്ടൺ അബൌട്ട് ദ ഓർഡേഴ്സൊക്കെ കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് വല്ല പ്രോജക്റ്റൊക്കെ കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യത്തേ ഉള്ളൂ, റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് മറ്റേ അസറ്റ് എന്തിനെടുക്കും, ലീസിനെടുക്കും. ഈ മെഷീനറീസ് ലീസിനെടുക്കും. ലീസിനെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അസറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനിഷ്യലി അത്ര ഇൻവെസ്റ്റ്മെൻറ്റും വരത്തില്ല. ഇറ്റ് വോണ്ട് ബി ദാറ്റ് മീൻസ് റിസ്കി ആസ് വെൽ. അപ്പോൾ മെഷീനറി ഇനി അപ്ഡേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒബ്ലിഗേഷൻ ഇല്ല, പുതിയ അപ്ഡേറ്റഡ് മെഷീനറീസ് വാങ്ങിച്ചാൽ മതി ലീസിന്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ കുറേ യൂസ് ഉണ്ട് ലീസിന്. അപ്പോൾ ലീസിന് എടുക്കുന്ന അസറ്റ് കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സ് ഓറിയൻറ്റഡ് ആണ്, വേറെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ പ്രോപ്പർട്ടീസ് ആർ കംപ്ലീറ്റ്ലി അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദാറ്റ് ലെസി എന്നുണ്ടെങ്കിൽ അതും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊരു ഫൈനാൻസ് ലീസ് ആണെന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? Now, the lessee will compensate the lessor for their losses if the lease is cancelled. So, again, a termination penalty ഒക്കെ ആരാണ് കൊടുക്കും, lessee കൊടുക്കും. That means the rewards as well as risk of even if there is a cancellation of that lease terms, അതിൻ്റെ റിസ്ക് ആരാണ് ബെയർ ചെയ്യുന്നത്, ലെസ്സിനാണ് ബെയർ ചെയ്യുന്നത്. Then, any gain or loss from the fluctuations. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടതാണ്, ഇപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ മാറുവാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ആര് റെഡിയാണ്? ഇവിടെ ആര് റെഡിയായിരുന്നു? ലെസ്സർ റെഡിയായിരുന്നു അല്ലേ? അപ്പോൾ ആ റിസ്ക്കും ആർക്കില്ല, നമ്മുടെ ലെസ്സറിനില്ല. സോ അതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്, ഒരു ഫൈനാൻസ് ലീസ് ആണെന്നുള്ളതാണ്. ഫൈനാൻസ് ലീസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ക്ലിയർ ആണോ? സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരണമെന്നില്ല കേട്ടോ. So the same way last part, the lessee can continue to lease the asset for a secondary period for a rent which is substantially lower than the market rents. അപ്പോൾ മാർക്കറ്റിലുള്ള ഒരു റെൻറ്റ് കാണും, അതിനേക്കാളും കുറഞ്ഞൊരു റേറ്റിൽ ആർക്കിത് ലീസിന് എടുക്കാൻ പറ്റുന്നുണ്ട്, ലെസ്സിക്ക് ലീസ് എടുക്കാൻ പറ്റുന്നു. സോ ഇറ്റ് മീൻസ് ദാറ്റ് അത്രയും ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്, അത്രയും ലോങ് ടൈമിലേക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ലീസ് എന്ത് ലീസാണ്, ഫൈനാൻസ് ലീസ് ആണെന്നാണ്. ഫൈനാൻസ് ലീസ് ആണെങ്കിൽ നമ്മൾ അസറ്റിൽ നിന്ന് ആ ഒരു ലീസ്ഡ് അസറ്റിനെ റിമൂവ് ചെയ്യണം ഫ്രം ദ ബുക്സ് ഓഫ് ലെസ്സർ, ആൻഡ് ലെസ്സർ ഹാവ് ടു റെക്കഗ്നൈസ് എ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് റിസീവ്സ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവർ കാണിച്ചു പോവുക. ഇറ്റ്സ് ക്ലിയർ എവരി വൺ? ഓക്കെ ആണോ? എടാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 year ലീസാണെന്ന് വെച്ചോ, അവിടുന്ന് എനിക്ക് വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം ഫോർ അനദർ 3 years. പക്ഷേ ആ സമയത്ത് മാർക്കറ്റിൽ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റിനേക്കാളും ഒരു മാർക്കറ്റ് റേറ്റ് കാണുമല്ലോ റെൻറ്റിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പം നിങ്ങൾ വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ പണ്ട് തൊട്ടേ നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് റെൻറ്റ് ചിലപ്പോൾ പഴയതായിരിക്കും, പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ ഉള്ള റെൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു അലവൻസ് വരാറുണ്ട്. ഓക്കെ, കാരണം നമ്മൾ അത്രയും നാളായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സോ ആ സെയിം കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റാൻഷ്യലി ഒരു സെക്കൻഡ് പീരീഡിലേക്ക് ലീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തും
മാർക്കറ്റ് റേറ്റിൽ കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റിനേക്കാളും കുറവ് റേറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നു എങ്കിൽ അവിടെയും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതൊരു ഫൈനാൻസ് ലീസ് ആണെന്നാണ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? Yes, sir. Okay. So finance lease treatment at the inception we will consider it as receivable. ആ റിസീബിൾസ് നമ്മൾ മുമ്പേ കണ്ട പോലെ ലീസ് പേയ്മെൻറ്റിന് നമ്മൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് കണ്ടായിരുന്നല്ലോ അല്ലേ? ആ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എല്ലാം അതേപോലെ വരും. അതിൻ്റെ എല്ലാം എന്തെടുക്കണം? പ്രസൻറ്റ് വാല്യൂ എടുക്കണം. പക്ഷേ ഇവിടെ ലെസർ ആയതുകൊണ്ട് ലെസറിനെ സംബന്ധിച്ചോളം ഇത് എന്തായിരിക്കും? റിസീബിൾസ് ആയിരിക്കും. അത് മാത്രമാണ് വ്യത്യാസം. മറ്റേടത്തത് ലീസ് ലയബിലിറ്റി ആയിരുന്നു, ഇവിടെ ഒരു റിസീബിൾ ആണ്. സോ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ വാഷ് കമ്പനി ലീസസ് മെഷീനറി ടു ടോറോ. വാഷയാണ് നമ്മുടെ ഇവിടുത്തെ എന്ത്? ലെസർ. ടോറോ ആണ് നമ്മുടെ lessee. Okay, the lease is for 4 years at an annual cost of 2,000 payable annually in arrears. The present value of lease payment is 5,710. Okay, the implicit rate of interest is 15%. How lessor should account for the net investment in lessee? എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നതിനെ? അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് വാല്യൂ എത്ര ആയിരിക്കും റിസീബിളിൻ്റെ? ഓപ്പണിംഗ് റിസീബിൾസ് എത്ര ആയിരിക്കും മക്കളെ? 5710. ഇത് കിട്ടുന്ന പേയ്മെൻറ്റ് കിട്ടുന്ന അരിയേഴ്സിലാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് ചാർജ് വരും. സോ സെയിം ലൈക്ക് ലീസ് ലയബിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ അവിടെ ലയബിലിറ്റി ആണ്, ഇവിടെ റിസീബിൾ ആണെന്നേ ഉള്ളൂ. സോ ഹൗ മച്ച് ഇറ്റ് ഈസ് 5710 ഇൻറ്റു 15%? എത്രയാണ്? 856.5. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അരിയേഴ്സിൽ നമുക്ക് റിസീപ്റ്റ് കിട്ടും. ഇവിടെ പേയ്മെൻ്റ് അല്ല, റിസീപ്റ്റ് ആണ്. വാച്ച് കമ്പനീനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് റിസീപ്റ്റ് ആണ്. അപ്പോൾ റിസീപ്റ്റ് നമുക്ക് 2000 കിട്ടും. അപ്പോൾ നമ്മൾ കുറയ്ക്കും. അപ്പോൾ ക്ലോസിംഗ് റിസീബിൾ എത്രയേ ഉള്ളൂ ഇനിയും? How much is the closing receivables, guys? 4566.5. ക്ലിയർ ആണോ? സോ ഈ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ അപ്പോൾ ഫൈനാൻസ് ലീസ് എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നത് മനസ്സിലായോ? സെയിം ആസ് അവർ IFRS 16 ലീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ അവിടെ അത് ലയബിലിറ്റി ആണെങ്കിൽ ഇത് ഇവിടെ റെസെറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. സോ ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നൗ ഇനി ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിലോ വളരെ ഈസിയാണ്. ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ എനിക്കതൊരു റെൻ്റൽ ഇൻകം പോലെ കാണിച്ചാൽ മതി. ഓക്കെ, സോ ഓവറോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് ലീസ് പേയ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാക്കിയിട്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അക്രൂവൽ കൺസെപ്റ്റ് അതിനെ ഒരു റെൻ്റൽ ഇൻകം ആയിട്ട് കാണിക്കുക. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്ക്. സോ ഒറോക്ക് ഹയേഴ്സ് ഔട്ട് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഫോർ ലോങ് ടേം ഓപ്പറേറ്റിംഗ് ലീസസ്. ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു എ 7-year ലീസ് ഓൺ എ മൊബൈൽ ക്രെയിൻ. അപ്പോൾ അത് 7 വർഷത്തേക്കാണ്. ലീസ് പേയ്മെൻറ്റ് എത്ര വരുന്നത്? 175,000 പേയബിൾ ഓൺ 20X1. പിന്നെ സബ്സിക്വൻ്റ്ലി ഓരോ വർഷം എത്ര പേ ചെയ്താൽ മതി? 70,000. അപ്പോൾ ഫസ്റ്റ് ഇയർ 175,000 പേ ചെയ്യണം. പിന്നീടുള്ള ഇയർ 2 to 7 എത്ര വെച്ചിട്ട് പേ ചെയ്യണം? 70,000 per annum. The crane will be returned to Orok on 31st December 2007 and originally the train cost 880,000 and has a useful life of 25 years. So അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് ലീസ് ആണോ അതോ ഫൈനാൻസ് ലീസ് ആണോ? നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നോക്കി.
മൊത്തം അസറ്റിൻ്റെ യൂസ് ഫുൾ ലൈഫ് 25 ഇയേഴ്സ് ആണ്. നമ്മളിത് എത്ര നാൾ യൂസ് ചെയ്യുന്നുണ്ട്? 7 ഇയേഴ്സ്. അപ്പോൾ മേജർ എക്കണോമിക് ലൈഫിലേക്ക് യൂസ് ചെയ്യുന്നുണ്ടോ ലെസി? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എന്ത് ലീസാണെന്ന് കൺഫേം ചെയ്യാം. യെസ്, ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ നമുക്കിത് ഇൻകം ആയിട്ട് കാണിക്കാം അല്ലേ. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് 20x1 നമുക്ക് എത്ര ഇൻകം കാണിക്കാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഇൻകം വി ക്യാൻ ഷോ ഇൻ 20x1, x2, x3, x4, x5, x6 ആൻഡ് x7. അപ്പോൾ ഓരോ വർഷം എത്ര വെച്ചിട്ട് ഇൻകം കാണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്യാഷിൻ്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 175,000 ക്യാഷ് വരുന്നുണ്ട്, പിന്നീട് അങ്ങോട്ട് 70,000 വെച്ചിട്ടേ വരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണോ നമ്മൾ ക്യാഷ് ബേസിസിലാണോ ഇൻകം കാണിക്കണ്ടേ? അല്ല. നമ്മൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ ഇൻകം എത്രയാണ്? ഇനിഷ്യലി എത്ര വരുന്നത്? 175,000. പിന്നീട് അടുത്ത 6 വർഷം 70,000 ഇൻറ്റു 6 ടൈംസ് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ് മക്കളെ? ഹൗ മച്ച് ഇസ് യുവർ ടോട്ടൽ ഇൻകം? നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കിയേ. 175,000 പ്ലസ് 70,000 ഇൻറ്റു 6 വിച്ച് ഇസ് 420,000. സോ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 595. എത്രയാണ്? 595. യെസ്, 595,000. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്ന ടോട്ടൽ ഇൻകം 595,000 ആണ്. അപ്പോൾ IFRS 16 പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ഇൻകം ലെസർ എപ്പോഴും അക്കൗണ്ട് ചെയ്യേണ്ട ഏതിലായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരിക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകത്തിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഓവർ ദ പീരീഡ് ഓഫ് ദിസ് ലീസ് ടേം സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും എത്ര വെച്ചിട്ട് നമ്മൾ വരും? 595,000 ഡിവൈഡ് ബൈ 7. അപ്പോൾ ആനുവലി എത്ര വെച്ചിട്ടാണ് വരേണ്ട ഇൻകം? 85,000. യെസ്, എല്ലാ വർഷവും നമ്മൾ ഇൻകം എത്ര കാണിക്കണം? 85K. അപ്പോൾ ക്യാഷ് ബേസിസിലല്ല, വി ഷുഡ് റെക്കഗ്നൈസ് ഇറ്റ് ഓൺ ദ അക്രൂവൽ ബേസിസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ക്യാഷ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 175,000 കിട്ടുന്നുണ്ട്. പക്ഷേ ഇൻകത്തിലോട്ട് എത്രയേ പോകത്തുള്ളൂ? 85. ബാക്കി നമ്മൾ എന്തായിട്ട് കാണിക്കും? യെസ്, വിൽ ഷോ ഇറ്റ് ആസ് എ ഡിഫേർഡ് ഇൻകം. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും? എല്ലാ വർഷവും നമുക്ക് ക്യാഷ് കിട്ടുന്ന എത്രയേ ഉള്ളൂ? 70,000 ആണ്. ബട്ട് വി നോ ദാറ്റ് ഇൻകത്തിലോട്ട് എത്ര പോവും? 85,000 പോവും. അപ്പോൾ ബാക്കി 50,000 എവിടെ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും? യെസ്, നമ്മൾ ഓരോ വർഷവും ഇത് റൈറ്റ് ഓഫ് ചെയ്ത് പോകും, ഡിഫേർഡ് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കും. സോ ദിസ് എൻട്രി വിൽ കണ്ടിന്യൂ ഫോർ ഇയർ 2 to 7. ഇതായിരിക്കും എൻട്രി. മനസ്സിലായോ? ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ക്യാഷ് കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷേ അത് മൊത്തം ഇൻകത്തിലോട്ട് പോകാൻ പാടില്ല. ബിക്കോസ് ഇൻകം ഷുഡ് ബി റെക്കഗ്നൈസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ബാക്കി ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കും. അടുത്ത വർഷങ്ങളിൽ നമുക്ക് അത്രയും ക്യാഷ് കിട്ടുന്നില്ല, ഇൻകത്തിൻ്റെ അത്രയും ക്യാഷ് കിട്ടുന്നില്ല. ബിക്കോസ് ക്യാഷ് 70,000 കിട്ടുന്നുള്ളൂ, ഇൻകം എത്ര വരുന്നുണ്ട്? 85,000 വരുന്നുണ്ട്. സോ ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 15,000. അത് നമ്മൾ എവിടെ നിന്ന് കുറയ്ക്കുക? ഡിഫേർഡ് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക. സോ ദാറ്റ് ലയബിലിറ്റി വിൽ റെഡ്യൂസ്. അങ്ങനെ 6 വർഷം കൊണ്ട് 15,000 ഇൻറ്റു 6 വിച്ച് ഈസ് എത്ര? 90,000 അല്ലേ? ആ 90,000 ഡിഫേർഡ് ഇൻകം അപ്പോഴത്തേക്കും 0 ആവും. സോ ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് ഇയർ 7, ഡിഫേർഡ് ഇൻകം ലയബിലിറ്റി വിൽ ബി 0. സെറ്റ് അല്ലേ? അപ്പോൾ IFRS 16 പ്രകാരം ഓപ്പറേറ്റിംഗ് ലീസിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലെസറിൻ്റെ കേസിൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. അല്ല ക്യാഷ് കിട്ടുന്ന രീതിയിലല്ല ഇൻകം റെക്കഗ്നൈസ് ചെയ്ത് പോകണ്ടേ. ഇസ് ക്ലിയർ എവരി വൺ? ഇതൊക്കെയാണോ മക്കളെ? Yes, sir. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ IFRS 16. അപ്പോൾ ഇനി സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. സോ ദാറ്റ് വി ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ?
IFRS 16 ലെസ്സി ആൻഡ് ലെസ്സറിൻ്റെ ബുക്സിലുള്ള ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.